പ്രസംഗിക്കുക. ആംഗ്ലിക്കൻ ചർച്ചിന്റെ ഒരു ബോർഡിൽ നിന്ന് ഞാൻ പ്രസംഗിച്ചു. ഏതാനും പേര് വന്ന ആ യോഗം കലക്കി ആക്രമിച്ചാൽ പിറ്റേന്ന് ചരിത്രകാരൻ ആ ലഹളക്കിടുന്നത് ആംഗ്ലിക്കൻ ലഹള. ലഹള എഴുതേണ്ടത് തല്ലിയവന്റെ പേരില്ല, തല്ലി കൊണ്ടവന്റെ പേരിലാണ് ലഹള എഴുതുന്നത്. മനസ്സിലായില്ലേ? അങ്ങനെയാണ് ഈ ചാന്നാർ ലഹള. പാവപ്പെട്ട നാടക സഹോദരങ്ങൾ വസ്ത്രം ധരിച്ചപ്പോ കഴിക്കാൻ വയ്യാത്തൊരു ഊരുക്കള പൂലേ ലഹള. നേരെ തിരിച്ചാണ് ശൂദ്രന്മാർ വന്ന ലഹള ഉണ്ടാക്കുന്നത്. അത് ശൂദ്രലഹള എന്ന് എഴുതാൻ പോലും ഉള്ളൊരു മനസ്സ് ചരിത്രകാരന്മാർ കാണിക്കും, ഒരു ആത്മാർത്ഥത അതിനകത്ത് കാണിക്കും. അപ്പൊ അതിനെതിരെ ഉള്ളൊരു തിരുത്തലാണ്. അങ്ങനെയല്ല ചരിത്രം എന്ന് പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം കേൾക്കുന്ന ചരിത്രം പോലും ചില താരാട്ട് കഥയും കേരളം പെരുമാൾ ഭരിച്ചു അന്ന് ഇവരെല്ലാം കണക്കാക്കി നല്ല രീതിയിൽ അവരൊക്കെ ഭരിച്ചെങ്കിൽ ഈ പിൻകാലത്തെ മനുഷ്യൻ വരുമോ? ഈ താരാട്ട് കഥകൾ കേൾക്കരുത്. ഇന്നലകളിൽ നമ്മളെ രാജ്യവും ശക്തിയും മുഖത്തും ഒക്കെ കയ്യിലിരുന്നു ഇന്നതൊക്കെ പോയി എന്ന് പറയുന്ന കഥകളിലല്ല വിശ്വസിക്കേണ്ടത്. വർത്തമാനകാല റിയാലിറ്റിയിൽ നിന്ന് നിൽക്കണം. ചരിത്രം പഠിച്ച് ആ ചരിത്രത്തിന്റെ അന്നത്തെ പ്രശ്നങ്ങളോട് ആ കലകം അവസാനിപ്പിക്കുന്ന ഇടത്ത് നിങ്ങൾക്ക് നഷ്ടം വരും. ആ കലകത്തിൽ ഇടപെടുമ്പോഴും നിങ്ങൾക്ക് നഷ്ടം വരുന്നുകൊണ്ടിരിക്കും. ഇവിടെ അത്തരം പോരാട്ടമില്ലാത്തവർക്ക് നിലനിൽക്കാൻ കഴിയാത്ത ഒരു അന്തരീക്ഷം സംജാതമായിട്ടുണ്ട്. അത് ഒന്ന് പഠിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ആദ്യം ഞാൻ പറയും, നമ്മുടെ രാജ്യം അടിസ്ഥാനപരമായിട്ട് ഒരു ദ്രവീഡിയൻ സമൂഹത്തിൻ്റെതാണ്, ദ്രാവിഡ സമൂഹത്തിൻ്റെ. ആയുർവേദമാകട്ടെ, നമ്മൾ കേൾക്കുന്ന മഹർഷിമാരെ ഒക്കെ കഥ എടുത്ത ധന്വന്തരി ആകട്ടെ, അഷ്ടാംഗഹൃദയം ചമച്ചവരാകട്ടെ, ഇതൊന്നും ഹിന്ദുക്കളായിരുന്നില്ല, ബുദ്ധിസ്റ്റുകളാണ്. ബുദ്ധിസ്റ്റുകളുടെ സംസ്കാരത്തെ ഈ രാജ്യത്തിലേക്ക് വന്ന ആര്യന്മാർ കൈയാളിച്ചിട്ട് അതെല്ലാം പിടിച്ചെടുത്തുകൊണ്ട് ദ്രാവിഡ ദൈവ സങ്കല്പങ്ങളെ പ്രകൃതിയെപ്പോലും സ്വന്തമാക്കിക്കൊണ്ട് മൊത്തം ഹൈന്ദവവൽക്കരിച്ചിട്ട് പറയാൻ തുടങ്ങി ഇന്ത്യ ഹിന്ദു ഭൂരിപക്ഷരാണ്. ഈ പ്രഹേളിയ തിരുത്താനുള്ളൊരു ബാധ്യത നമുക്കെങ്കിലുമുണ്ട്. അതിലേക്കാണ് ഞാൻ വരുന്നത്. സന്തോഷമാണോ? മനസ്സിലാക്കുന്നുണ്ടോ? അപ്പോൾ നമ്മുടെ രാജ്യത്തിലേക്ക് 1600 ആ ഘട്ടത്തിലാണ് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി വരുന്നത്. ഈസ്റ്റ് ഇന്ത്യ കമ്പനി ബംഗാളിലൂടെയാണ് ഇന്ത്യയിലേക്ക് കടക്കുന്നത്. പലതരം ഈസ്റ്റ് ഇന്ത്യ കമ്പനികൾ ഉണ്ടാകും. ഫ്രഞ്ചുകാർക്ക്, ഡച്ചുകാർക്ക്, ലണ്ടൻ കേന്ദ്രമാക്കി പ്രവർത്തിച്ച ഇംഗ്ലീഷുകാർ ഈസ്റ്റ് ഇന്ത്യ കമ്പനി. ഈ കമ്പനികൾ ഓരോന്നും ഇന്ത്യയിലേക്ക് കടന്നു വരുമ്പോൾ ഇന്ത്യ ഭരിച്ചിരുന്ന ആളുകളെ 600-ലധികം നാട്ടുരാജാക്കന്മാർ. ഈ 600-ലധികം നാട്ടുരാജാക്കന്മാരിൽ 90% ആളുകളും ജാതി ഹിന്ദുക്കളായ ആളുകൾ. 10% പേര് മുഗൾ സാമ്രാജ്യത്തിന്റെ ബാക്കി പത്രമായി ഉണ്ടായിരുന്ന മുസ്ലിങ്ങളുമാണ്. പേരുകൊണ്ടെങ്കിലും ഒരു നസ്രാണി ഭരിച്ചത് ഈ കൊല്ലം ജില്ലയിൽ എറണാകുളത്തിനൊക്കെ മണിഗ്രാമം എന്നറിയപ്പെടുന്ന ഒരു ഭൂപ്രദേശം ഭരിച്ച ഒരു വില്ലാർവട്ടം രാജാവാണ്. വില്ലാർവട്ടം തോമാ രാജാവ് എന്ന് പറയും. ഇത് ഒഴിച്ചാൽ ഒരു ക്രിസ്ത്യാനി ഇവിടെ ഒന്നും ഭരിച്ചിട്ടില്ല. ഈ നാട്ടുരാജാക്കന്മാർ തമ്മിലടിച്ച് കലഹിക്കുമ്പോൾ ഇവിടേക്ക് വന്ന ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇവരുടെ തമ്മിലടി മുതലെടുത്ത് ഇവരുടെ പക്കൽ നിന്ന് 90 വർഷമൊക്കെ നീണ്ടു നിൽക്കുന്ന പാട്ടക്കരാറുകൾ ഒപ്പിച്ചു വാങ്ങി ഭൂപ്രദേശങ്ങൾ ഒന്നൊന്നും സ്വന്തമാണ്. അന്നത്തെ ഭരണത്തിന്റെ പ്രത്യേകത, ഒരു രാജാവിന് ആൻസസ്റ്റർ പിൻഗാമി ഇല്ലാതെ വന്നാൽ ആ നാടുകൂടി ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടേതാണ്. ഭരിക്കാൻ അവിടെ ആളില്ല, എന്നാൽ ഞങ്ങളത് ഭരിച്ചോളാം. നിയമമുണ്ടാക്കി സ്വന്തം തട്ടകത്തിലേക്ക് ഈ ഭൂമിയെല്ലാം ഒരുക്കി എസ്റ്റേറ്റുകൾ കെട്ടിക്കെട്ടി ഇങ്ങനെ ഈസ്റ്റ് ഇന്ത്യ കമ്പനി ചെയ്യും. നിങ്ങൾ ഈ പലരും തെറ്റിദ്ധരിച്ചിട്ടുള്ളൊരു കാര്യം, മതപ്രചരണമോ ബൈബിളിന്റെ ഡിസ്ട്രിബ്യൂഷനോ ഒന്നും ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ലക്ഷ്യമാണ്. അവർ ഇന്ത്യയിൽ പ്രവർത്തിക്കാൻ മിഷണറിമാരെ അനുവദിക്കില്ല. അവര് ഇന്ത്യയിൽ പള്ളി ഉണ്ടാക്കി ആ പള്ളിയിലൊന്നും ഇന്ത്യക്കാരനെ കയറ്റിയില്ല. ഇന്ത്യക്കാരൻ പോയില്ല. അവർ കലാലയങ്ങൾ ഉണ്ടാക്കി. ആ കലാലയങ്ങളിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കലാലയങ്ങളിൽ ആളുകളെ പഠിപ്പിച്ചു. എന്തിനാണെന്നറിയണ്ടേ? അവർക്ക് ജോലിക്കാരെ വേണം, സിപായിമാരെ വേണം, അത് ഇംഗ്ലീഷ് വേണം. ഇതായിരുന്നു നിലനിന്നിരുന്ന ഒരു പരിസ്ഥിതി. അപ്പോൾ മിഷണറിമാർക്ക് ഇങ്ങോട്ട് പ്രവേശനമില്ല, അവരുടെ വിസ നിഷേധിച്ചു. ഇതിനെ വെല്ലുവിളിച്ചുകൊണ്ടാണ്
നമ്മൾ മനസ്സിലാക്കുന്ന പോലെ വില്യം ഗിരിയും പിന്നീട് ലണ്ടൻ മിഷൻ സൊസൈറ്റിയും പിൽക്കാലത്ത് ആംഗ്ലിക്കൻ മിഷനും ഈ പ്രസ്ഥാനങ്ങളെല്ലാം ഇന്ന് നമ്മൾ CMS എന്നറിയപ്പെടുന്ന പിൽക്കാല CMS പ്രസ്ഥാനങ്ങളും എല്ലാം ഇവിടെ രൂപപ്പെട്ടു വരുന്നത് ഈ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ താല്പര്യങ്ങളെ ഹനിച്ചുകൊണ്ടാണ്. കമ്പനി ഏറ്റവും അധികം എതിർത്തു ഈ പ്രവർത്തനങ്ങൾ നടക്കാൻ. ഇത് അറിയാത്തൊരു ചരിത്രമാണ് ഇന്ന് ആളുകൾ പറയുന്നത്. അപ്പോൾ ഇംഗ്ലണ്ടിൽ നിന്ന് ഇവിടേക്ക് വന്ന മിഷണറിമാർക്ക് പോലും ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ നിന്ന് ഗുണമൊന്നും ഉണ്ടായില്ല. അവർ കൊള്ളയടിക്കാൻ തന്നെ വന്നവരാണ്. ആ കൊള്ളയടിക്കാൻ കൂട്ടുനിന്നത് ഈ രാജ്യത്തിലെ നാട്ടുരാജാക്കന്മാരുമാണ്. 108 വിധ കരം പിരിച്ചിരിക്കും ഈ രാജ്യത്തിലെ നാട്ടുരാജാക്കന്മാർ. നമ്മളോട് ഇത്രയും കരം പിരിച്ചു. ബ്രിട്ടീഷുകാർ വന്നപ്പോൾ ആ കരത്തിന്റെ കുറേ ഭാഗം കൊണ്ടുപോയി ഈ കൊള്ളയടിച്ചു എന്ന് പറയുമ്പോൾ അവര് ഈ രണ്ടു കൂട്ടരും ചേർന്ന് കൊള്ളയടിച്ച കണക്ക് പലപ്പോഴും മുണ്ടില്ല. രണ്ടു കൂട്ടരും പരസ്പര പൂരകമായി നിന്നുകൊണ്ട് ആളുകളെ കൊള്ളയടിച്ച് ഉൽപ്പന്നങ്ങൾ മുഴുവൻ സ്വന്തമാക്കി നാട് ഒരു പരുവമാകുമ്പോഴേക്കും ഈ കൂടെ കുറെ മനുഷ്യത്വമുള്ള മനുഷ്യരും കമ്പനിയുടെ ജീവനക്കാരും കമ്പനി എപ്പോഴേക്ക് ഇന്ത്യ മുഴുവൻ കയ്യിലെ പ്രാർത്ഥന മനുഷ്യരും കൂടെ ഒരു ഇന്ത്യയിൽ ചില ഗതികെട്ട കാഴ്ചകൾ അല്ലെന്നാ 8 വയസ്സ് പ്രായമുള്ള പെൺകുട്ടി 30-35 വയസ്സുള്ള ഒരു യുവാവ് വിവാഹം കഴിക്കണം. അത് വിവാഹ പ്രായപരിധി മുമ്പോട്ട് എത്രയും പോകാം, 85-90 ഒക്കെ പോകാം. വിവാഹം കഴിച്ചാൽ പോരാ, ഈ 35 വയസ്സുകാരൻ വിതിൻ 16 ഡേയ്സ് 16 ദിവസത്തിനുള്ളിൽ ഈ പെൺകുട്ടിയോട് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നു. കുഞ്ഞിന്റെ പ്രായം 8 വയസ്സാണ്. ഈ 8 വയസ്സുള്ള കുഞ്ഞിന് ഇന്ന് നമ്മുടെ യൂത്തിൽ മത്സരിക്കാൻ പോലും പറ്റില്ല. സൺഡേ സ്കൂളിൽ നമ്മൾ കൂട്ടി ആ കുഞ്ഞിനോട് ഇങ്ങനെ ഗുരുതരമായ പ്രശ്നങ്ങൾ അവർ കാട്ടുന്നു. വളരെ ആലോചിച്ച് ഇവർ ഒരു പണി ചെയ്തു. അത് നടത്തില്ല. പ്രായപരിധി അല്പം 10 വയസ്സാക്കിയപ്പോൾ ഇരിക്കാൻ ബ്രാഹ്മൺസിന്റെ ഇടയിലെ കൾച്ചറാണ്. അപ്പൊ 2 കാര്യങ്ങൾ. അനന്തരാവകാശം ഇല്ലാതെ ഒരു രാജാവ് മരിച്ചാൽ ഭൂമി ഈസ്റ്റ് ഇന്ത്യ കമ്പനി അത് ഇന്ത്യക്കാരെ ചൊടിപ്പിച്ചു. 2, ഈസ്റ്റ് ഇന്ത്യ കമ്പനി പിന്നെ കൊണ്ടുവന്നൊരു നിബന്ധന, വിവാഹപ്രായം, പെൺകുട്ടികളുടെ വിവാഹപ്രായം 8 നിന്ന് 10. 3-ാമത്തെ കാര്യമാണ് സതിയുടെ നിരോധനം. അത് നിങ്ങൾക്കറിയാം എന്താണല്ലേ? സതിയുടെ നിരോധനം 1829 ശാശ്വതമായി കൊണ്ടു. ഈ 3 കാരണങ്ങൾ വരുമ്പോൾ ബംഗാളിലെ ഒരു പറ്റം ചിത്പവൻ ബ്രാഹ്മൺസ്, ചിത്പവൻ എന്ന് പറഞ്ഞാൽ ബ്രാഹ്മണരിലെ കൂടിയെന്നതാണ്. അത് മറ്റ് ബ്രാഹ്മണരോട് ഫുഡ് കഴിക്കും, സഹകരിക്കും. ആ കുലത്തിൽ നിന്ന് ഇന്ത്യയിലെ പെന്തക്കോസ്ത് അനുഭവത്തിന്റെ തുടക്കക്കാരി പണ്ഡിറ്റ് രമാബായി എന്ന സഹോദരി ആ കുലത്തിൽ നിന്ന് ക്രിസ്തുവിശ്വാസം സ്വീകരിച്ചു വന്ന ആളാണ്. അപ്പോൾ പുറത്തപ്പോൾ പറഞ്ഞാൽ ഈ ചിത്പവൻ ബ്രാഹ്മൺസ് ഒരുമിച്ച് കൂടി പറഞ്ഞു, ഇന്ത്യക്കാരെ കുറിച്ച് ലണ്ടനിൽ ഇറങ്ങുന്ന പത്രങ്ങളിലെല്ലാം 8 വയസ്സുകാരിയെ കല്യാണം കഴിക്കുമെന്ന് ഇത്തരത്തിലെ വാർത്തകൾ പരത്തിക്കൊണ്ട് നമ്മുടെ അന്തസ്സിനും ആഭിജാത്യത്തിനും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. ഇത് മാറണം. രണ്ടാമതായി 8ഓ 10ഓ എന്ന വിവാഹപ്രായം തീരുമാനിക്കേണ്ടത് പാശ്ചാത്യരല്ല, ഞങ്ങൾ അകത്ത് ചർച്ച ചെയ്തു. 3-ാമത്തെ കാര്യം, ഇത്തരത്തിൽ സതി വേണോ വേണ്ടായോ എന്ന് ഇവരല്ല തീരുമാനിക്കുന്നത്, സതി വേണം. ഇങ്ങനെ പ്രകോപിപ്പിച്ചുകൊണ്ട് സതി നിരോധനത്തിനെതിരെ 75,000-ൽ പരം സ്ത്രീകളെ തെരുവിലിറക്കി പൂനെയിലൂടെ സമരം നയിച്ചു. അന്ന് നമ്മളേറെ ബഹുമാനിക്കുന്നു, സ്വതന്ത്ര ഇന്ത്യ ഏറെ പുകഴ്ത്തി പറയുന്നു പ്രമുഖനായ ലോകമാന്യ ബാൽ ഗംഗാധര തിലകൻ. ഈ തിലകനാണ് പറയുന്നത്, സ്വാതന്ത്ര്യം എൻ്റെ ജന്മാവകാശമാണ്, ഞാനത് നേടുക തന്നെ ചെയ്യും. കുട്ടികളൊക്കെ ഇത് ധാരാളമായി കേട്ടിട്ടുള്ള ഒരു കാര്യമാണ്. തിലകൻ ഉദ്ദേശിച്ചത് എന്താണെന്നറിയണ്ടേ, പറഞ്ഞത് എന്താണെന്നറിയണ്ടേ, അദ്ദേഹം അന്നിറക്കുന്ന കേസരി പത്രമുണ്ട്. ആ കേസരി പത്രത്തിൽ എഴുതി, വൈദേശികർ ഇന്ത്യയിലേക്ക് വന്നിട്ട് ഞങ്ങളുടെ ആചാരങ്ങളെ ഹിന്ദുക്കൾ കാലങ്ങളായി അനുഭവിച്ചു പോരുന്ന ചില സുഖസൗകര്യങ്ങളെ മുഴുവൻ നിഷേധിച്ചുകൊണ്ട് ഇപ്പോൾ നടത്തുന്ന പ്രക്രിയകൾ അവർ അവസാനിപ്പിക്കണം. അവർക്ക് പൊരുത്തമില്ല. സത്യത്തിൽ ഈ ബാലഗംഗാധര തിലകനാകട്ടെ, ലാലാ ലജ്പത് റായ് ആകട്ടെ, ബിപിൻ ചന്ദ്രപാൽ ആകട്ടെ, ഇവരാരും ജനസാമാന്യങ്ങൾക്ക് സ്വാതന്ത്ര്യം കിട്ടാൻ വേണ്ടി പൊരുതിയവരല്ല. മറിച്ച് അതുവരെ ചിത്പവൻ ബ്രാഹ്മണന്മാർ അനുഭവിച്ച സുഖസൗകര്യങ്ങൾ ഒന്നൊന്നായി കൈവിട്ടു പോകുന്നു എന്നറിഞ്ഞിട്ടുണ്ട്. അവരൊപ്പം പിന്നെ 2-ാം ഘട്ടം 1857 ആകുമ്പോഴേക്കും അതൊരു നിർണായകമായ വർഷമാണ് 1857.
ആ 1857 വലിയ കലഹങ്ങൾ ഇതിനെതിരെ രൂപപ്പെട്ടു. സതി നിരോധിച്ചതിനെതിരെയാണ് ഈ കലഹമെല്ലാം വന്നത്. അന്ന് ബ്രിട്ടൻ ഇടപെട്ടു. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഇന്ത്യയിലെ ഭരണം, ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ നിന്ന് ഭരണം ബ്രിട്ടീഷ് പാർലമെന്റ് ഏറ്റെടുത്തു. ബ്രിട്ടീഷ് പാർലമെന്റ് ഈ ആംഗ്ലിക്കൻ ചർച്ചിന്റെയാണ്. ആ ചർച്ചാണ് അവിടെ പ്രാർത്ഥനാ പുരസരം കാര്യങ്ങൾ ചെയ്യുന്നത്. ഇന്നും അതിന് മാറ്റമൊന്നും വന്നിട്ടില്ല. ചർച്ചിനാണ് അവിടെ ആധിപത്യം. അപ്പോൾ നമ്മുടെ നാട്ടിലെ ആളുകൾക്ക് ഈ ആംഗ്ലിക്കൻ ചർച്ചിനെ പറ്റിയോ അതിന്റെ പശ്ചാത്തലത്തെക്കുറിച്ചോ കാര്യമായ വലിയ ഗ്രാഹ്യമുള്ളവരുണ്ടോ എന്ന് എനിക്ക് സംശയമാണ്. അപ്പോൾ ഞാൻ ഇംഗ്ലണ്ടിലൊക്കെ യാത്ര ചെയ്യാൻ അവസരം കിട്ടിയ ഒരു വലിയ സഹോദരനാണ്. ഈ പോയ സ്ഥലത്തെ കഥകളൊന്നും പറയാറില്ല. ഈ സാൽവേഷൻ ആർമി എന്താ, ആംഗ്ലിക്കൻ ചർച്ച് എന്താണെന്നൊക്കെ അറിയണമെങ്കിൽ നിങ്ങൾ ഈ രാജ്യങ്ങൾ സന്ദർശിക്കണം. മനസ്സിലാകും അതിൻ്റെ മഹത്വവും ശ്രേഷ്ഠതയും ഒക്കെ എത്ര വലുതാണെന്ന്. അപ്പോൾ പറഞ്ഞു വന്നത്, അവിടെ ഇരുന്നു കൊണ്ട് രാജ്ഞി ഇന്ത്യയിലേക്ക് ഒരു ഇന്ത്യ സെക്രട്ടറിയെ നിയമിച്ചിട്ട് ഇന്ത്യയിലൊരു ഭരണം അങ്ങനെ പാർലമെന്റ് 1860 ബ്രിട്ടീഷുകാർ ഇന്ത്യക്ക് വെച്ചു ഒരു നിയമം. അതുവരെ ഇന്ത്യയിലെ അവസ്ഥ എന്താ? ഇന്ത്യയിലെ അവസ്ഥ ജാതി ബ്രാഹ്മണന്മാർ, ക്ഷത്രിയര്, വൈശ്യരും ചേർന്ന ത്രൈവർണികർ തൊട്ടു താഴെ വരുന്ന ശൂദ്രരെ പീഡിപ്പിക്കും. ഗുരുവാണ്. ഈ ചരിത്രം പോലും ആള് തെറ്റായിട്ടാണ് ധരിച്ചിരിക്കുന്നത്. എൻ്റെ പൊന്നു സഹോദരന്മാരെ, ഈ ബ്രാഹ്മണോ വൈശ്യരോ ശൂദ്രോ ക്ഷത്രിയോ ഒന്നും ദലിതരെ അല്ല പീഡിപ്പിക്കും. തെറ്റായ ഒരു നരേഷൻ. എങ്ങനെയുള്ളത്? ശാരീരിക രീതിയല്ല, അത് അടിമകളായിരുന്നു. ആളുകളൊക്കെ ധരിച്ചു വെച്ചിരിക്കുന്ന കഥകൾ എന്താ, സിനിമാ കഥകൾ എന്താ പറയുന്നത്? വയലിൽ പണിയെടുക്കുന്ന ഒരു പുലയക്കിടാത്തിയെ, ഒരു പറയപ്പെണ്ണിനെ ഒരു വലിയ ജാതി ബ്രാഹ്മണം വന്ന് പീഡിപ്പിക്കുന്നു. അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല എന്ന് പറയുന്നത്. ഇതൊരു പ്രത്യേകതയാണ്. കാരണം അസ്പൃശ്യത നിമിത്തം ഇവർ കാണുന്ന പോലും ഇല്ല. മലമുകളിലോ കാട്ടിലോ വീടെന്ന് പറയുന്ന ചാളകളിലോ ഒതുങ്ങി പതുങ്ങിക്കഴിയുന്ന ഇവരെ അല്ല പീഡിപ്പിക്കുന്നത്. മനസ്സിലായില്ല? ഏറ്റവും വലിയ തെളിവ ഈ ബ്രാഹ്മണ മുഖമുള്ള ഒരു മനുഷ്യനെ ഞാനിവിടെ കാണുന്നില്ല. മനസ്സിലായില്ലേ? ഇതെല്ലാം ഉണ്ടായത് ശൂദ്രന്മാർക്കിടയില്ല. ഇതാ ഞാൻ പറഞ്ഞു വിവാദമായി പോകും. ഞാനെഴുതി വെച്ചിരുന്നല്ല. PK ബാലകൃഷ്ണന്റെ ജാതി വ്യവസ്ഥയും കേരളവും, 19-ാം നൂറ്റാണ്ടിലെ കേരളം, പി ഭാസ്കരൻ ഉണ്ണി, ഇളംകുളം കുഞ്ഞമ്പിള്ള, കേരളത്തിന്റെ ഇരുളടഞ്ഞ ഏടുകൾ, അതിൽ എഴുതി വെച്ചിരിക്കുന്ന കഥകളാ, കിണ്ടിയുടെ കഥയൊക്കെ. അവർക്കിടയിൽ നടന്ന ഈ സംഭവം മുഴുവൻ അവർ ഫ്രീ ആയിട്ട് എടുത്ത് നമുക്ക് തന്നപ്പോൾ നമ്മുടെ പ്രസംഗരെല്ലാം എടുത്ത് അങ്ങ് പാടി നടക്കുക. നമ്മളെ പിടിപ്പിച്ചു, നമ്മുടെ കൈകളോട് ഇങ്ങനെ പെരുമാറി. ഇതൊക്കെ തെളിവൊത്തില്ലല്ലോ. ഇനി അവത്തോഷമല്ലോ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അവരാണ് നമ്മുടെ മുന്നേറ്റങ്ങൾക്ക് തടസ്സം സൃഷ്ടിക്കുന്നത്. നേരായ ദലിത് മൂവ്മെന്റുകളെല്ലാം തകർന്നു പോകുന്നത് ഇങ്ങനെ കുറെ എണ്ണം നമ്മളെ കിട്ടിയില്ലെന്ന് അപ്പൊ മനസ്സിലാക്കണ്ട. നേരെ പോകുന്ന പ്രസ്ഥാനങ്ങളെ നശിപ്പിക്കുന്നതും അത്യാവശ്യം ചില്ലറ മാറി വെട്ടിക്കൊടുക്കുന്നതൊക്കെ ഈ ടൈപ്പിനും ഉണ്ട്. അപൂർവമായിട്ട് ഇതൊന്നും തീർത്തു പറയാൻ പറ്റില്ലേ? അപ്പോ അതെ, ചിലർക്ക് മനസ്സിലാകാത്ത വിധത്തിലേ ചിലത് പറയാവോ? ഇങ്ങനെയാണ് നമ്മൾ പോയി കഴിഞ്ഞാൽ ചില ചിന്തിക്കാവുള്ളൂ. അപ്പം നിങ്ങളുടെ അല്പം കൂടെ തുറന്ന് പറയാം കാര്യം. അപ്പോൾ ഇങ്ങനത്തെ ഒരു പരിസ്ഥിതി എവിടെ നിലനിന്നു? അപ്പം ഞാൻ പറയാറുണ്ട്, എൻ്റെ നാട്ടിൽ നിന്ന് പമ്പാവാലിയിൽ നിന്ന് അതുപോലെ തന്നെ നമ്മുടെ മുക്കൂട്ടുതറ ഈ ഭാഗത്തു നിന്നൊക്കെ ആളുകളെ നടത്തി ചങ്ങനാശ്ശേരി കൊണ്ടുവന്നിട്ട്, ആ ചങ്ങനാശ്ശേരി ഏറ്റവും വില കുറഞ്ഞ ചന്തയാണ്, 3 രൂപയുള്ള അടിമ. അവിടെ നിന്ന് നടത്തി മല്ലപ്പള്ളി നമ്മൾ സമ്മേളനമൊക്കെ നടത്തുന്ന സ്ഥലങ്ങളിൽ കൊണ്ടുവന്നിട്ട് 16 രൂപയ്ക്ക് വിൽക്കും. അങ്ങോട്ട് നടത്തിയാൽ കൊണ്ടുവരണം, വില കുറഞ്ഞ സ്ഥലത്ത്. അവിടെ നിന്ന് ആളുകൾ മറുവഴികൾ തേടി ആരഞ്ചിരക്കൂടൊക്കെ നടത്തി ഇവിടെ കൊണ്ടുവരുമ്പോൾ വില കൂടി. ഇങ്ങനെയൊക്കെ വിറ്റിരുന്നു, ക്രൂരമായി അടിച്ചിരുന്നു, പീഡിപ്പിച്ചിരുന്നു. ഞാനൊരു സ്ഥലത്ത് പറഞ്ഞത്, ഈ മാനിഷാദ ഇതില്ല കാട്ടാളനോട് പറയാണ് എയ്യരുത് അല്ലേ, അരികെ കാട്ടാളൻ. ഈ കാട്ടാളൻ ഇത് ഇണക്കിളികളിൽ ഒന്നിനെ കൊന്ന കഥ കേൾക്കുമ്പോൾ വയലാറിനെല്ലാം സങ്കടം വരും. പക്ഷേ പമ്പാവാലിയിൽ നിന്നും അതിൽ ഇടുക്കിയിൽ നിന്നും മുണ്ടക്കയത്തു നിന്നും ഒരമ്മയും മക്കളെയും അപ്പനെയും കൂടെ വില പറഞ്ഞ് വേശി വിൽക്കുമ്പോൾ മൂത്ത ചെറുക്കൻ അറിയാം എന്താ സംഭവിക്കുന്നത്. അപ്പനും അമ്മയ്ക്കും അറിയാം. ഇതൊന്നും അറിയാത്ത കൊച്ചനുജത്തിൻ്റെ, ഇതൊന്നും അറിയാത്ത പിഞ്ചു കുഞ്ഞുണ്ട്. അതിന് അമ്മ ആവോളം മുലയൂട്ടി, അവസാനത്തെ മുലയൂട്ടലാണ്. അതും കഴിഞ്ഞിട്ട് അമ്മ ഒരു വഴി, അപ്പൻ ഒരു വഴി, മകൻ ഒരു വഴിയായി 4 വഴിക്ക് പിരിഞ്ഞു പോകണം. ഈ പിരിഞ്ഞു പോകുമ്പോൾ വാങ്ങുന്നവൻ പറയുന്നൊരു കാര്യമുണ്ട്, വിൽക്കുകയിൽ വിലയ്ക്ക് മാറും, കൊല്ലുകിൽ കൊലയ്ക്ക് മാറും. ഇങ്ങനെ വിൽക്കുക. ഒരു പിഞ്ചു കുഞ്ഞിലൊന്നും അറിയില്ല. ഈ പോകുന്ന പോക്കില്
നാളുകളിൽ വന്നിട്ട് ഈ അടിമ സ്വന്തം സഹോദരിയെയോ ബന്ധത്തിൽപ്പെട്ട കസിനെയോ വിവാഹം കഴിക്കാതിരിക്കാൻ പോകുമ്പോഴേക്ക് അമ്മ നമ്മുടെ കാതിലൊരു കോഡ് ഭാഷ പറയും, ഇന്ന കുലത്തിൽപ്പെട്ട കുട്ടിയെ നീ എത്ര ശരിയല്ലേ? ഇങ്ങനൊക്കെ ഉണ്ട്. ഇതൊക്കെ അന്യം നിന്നത് അല്ലേ? ഇതൊക്കെ എന്തോ ഭാഷം കുറഞ്ഞെന്തോ കാര്യമായിട്ടൊക്കെ മാനവ സമൂഹത്തിൽ സംഭവിച്ചിരിക്കുക. അത് പുരോഗതിയായിട്ടൊന്നും നമ്മൾ കാണുന്നില്ല. ഇനി മറ്റൊന്നുണ്ടൊരു കാര്യം. ഞങ്ങളുടെയൊക്കെ ബാല്യകാലത്ത് സ്കൂളിലും കോളേജിലും ഒക്കെ പഠിക്കുന്ന കാലത്ത് ഈ പെൺകുട്ടികളോട് ഒക്കെ ഇടപഴകുന്ന കാലത്ത് അമ്മയും വീട്ടിലുള്ള ആളുകളും ചോദിക്കും, ഇങ്ങനെ പെൺകുട്ടികൾ ഇടപെടുമ്പോൾ ആദ്യം ചോദിക്കേണ്ടത് ഇങ്ങനൊരു കാര്യം ചോദിക്കണം, നിന്റെ കുലം ഏതാന്ന് ചോദിക്കും മാത്രം ഇടപെടൂ. ഈ കുലത്തിന്റെ മഹിമ തിരിച്ചറിഞ്ഞാൽ പിന്നെ ഈ പെൺകുട്ടി സ്വന്തം സഹോദരിയാണ്, അല്ലേ, സ്വന്തം അനുജത്തിയാണ്. അതിന് യാതൊരുവിധ സങ്കോചവുമില്ലാതെ കരുതിപ്പോന്ന മഹത്തരമായൊരു സംസ്കാരവും പാരമ്പര്യവും ഈ നാട്ടിലെ സനാതനവാദികൾക്കില്ലാത്തത് സ്വന്തം പൈതൃകമായി ഉണ്ടായിരുന്ന ഒരു സമൂഹത്തിന്റെ പ്രതിനിധികളാണ് നമ്മൾ. അതുകൊണ്ട് പാൽപ്പൊടി കിട്ടിയോ ഇങ്ങനെ വൈറ്റമിൻ ഗുളിക കിട്ടിയോ അല്ല ഇതിലേക്ക് വന്നോന്ന് പറയാൻ കാരണം ഞാൻ ഒന്ന് രണ്ട് വിഷയങ്ങൾ പറയാം. ഈ നിലനിന്നിരുന്ന പശ്ചാത്തലത്തിൽ പതുക്കെ ബ്രിട്ടീഷ് പാർലമെന്റിന്റെ പക്കലേക്ക് അധികാരം കിട്ടുമ്പോഴേക്ക് മിഷനുമാർക്ക് യഥേഷ്ടം ഇന്ത്യയിൽ വരാൻ പ്രവർത്തിക്കും. കാരണം അത് ആംഗ്ലിക്കൻ ചർച്ചാണ്. അവരവിടെ അതിൻ്റെതായ പ്രത്യേകതകളുണ്ട്. അപ്പുറത്ത് ബാസൽ മിഷന് വരാൻ പ്രവർത്തനങ്ങൾ ശക്തമായൊരു ഗതി. ഇവിടേക്ക് വന്ന ആദ്യകാല മിഷണറിമാർ ശ്രദ്ധിച്ചത്, ഇവിടെ അന്ന് പരമ്പരാഗത ക്രൈസ്തവരുണ്ടെങ്കിൽ അവരുടെ പ്രശ്നം എന്താണെന്നറിയണ്ടേ? ലോർഡ് ഗാംബിയർക്ക് അന്നത്തെ യാക്കോബാ സഭയുടെ ബിഷപ്പ് അയച്ച കത്തിന്റെ പകർപ്പ് CMSന്റെ ഇപ്പോഴത്തെ CSIയുടെ കോട്ടയത്ത് അവരുടെ ലൈബ്രറിയിൽ ഇരിപ്പുണ്ട്. അതൊക്കെ വായിച്ചു നോക്കണം. അത് വളരെ വേദനാജനകമായിട്ടാണ് അന്നത്തെ കേരള ക്രൈസ്തവർ അനുഭവിച്ച ദുരിതം ലോർഡ് ഗാംബിയർക്ക് എഴുതിയിരിക്കുക. ദൈവം കഴിഞ്ഞാൽ പിന്നെ അങ്ങാണ് ഞങ്ങളുടെ രക്ഷകൻ, ഇതാണ് പറഞ്ഞിരിക്കുന്നത്. ദൈവം കഴിഞ്ഞാൽ പിന്നെ രാജ്ഞിയാണ് ഞങ്ങളുടെ രക്ഷക. നിങ്ങൾ അയച്ചു തന്ന സമ്പത്തും ഐശ്വര്യവും ഒക്കെ കൊണ്ട് ഞങ്ങൾ അഭിവൃദ്ധിപ്പെട്ടു. അതുകൊണ്ട് ഈ പാൽപ്പൊടിയും കഞ്ഞിയും അനുബന്ധ സാധനങ്ങളൊക്കെ ഏറ്റവും അധികം കഴിച്ചാരാ? CMSകാരൻ ഏറ്റവും അധികം കൊടുത്ത ആർക്കാന്നറിയോ? ലോർഡ് ഗാംബിയർക്ക് അയച്ച കത്തിന്റെ കോപ്പി ആംഗ്ലിക്കൻ ചർച്ചുകളുടെ രേഖകളായി ക്രിസ്ത്യൻ ലണ്ടനിലും സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് മ്യൂസിയത്തിൽ. അവിടെ വരെ പോകാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഞാൻ വേണേൽ അത്യാവശ്യം ഒരു കോപ്പി തരാം. അഡ്രസ്സ് തന്നാൽ മാത്രം മതി, അയച്ചു തരാം. ഞാൻ ഒത്തിരി ലൈവിലൂടെ ഇത് പറഞ്ഞു. അപ്പോൾ നിങ്ങളുടെ ദൈവാസന്മാരും ഒക്കെ ഈ ആംഗ്ലിക്കൻ ചർച്ചിലെക്കുറിച്ചൊക്കെ പ്രസംഗിക്കുമ്പോൾ പരിധിവിട്ട വിമർശനം നടത്തുമ്പോൾ ഞാൻ പറയാതെ വിമർശിക്കണം. ഞാൻ വിമർശിച്ചാൽ എനിക്ക് പണക്കും വരില്ല. ഞാൻ വിമർശിക്കുന്നതിൻ്റെ കാര്യം ആഭ്യന്തരമാണ്, കുടുംബക്കലകമാണ്. പക്ഷെ നിങ്ങൾ പറയുമ്പോൾ ഒരു കാര്യം ഓർക്കണം, ഇവരില്ലായിരുന്നെങ്കിൽ, ഈ മുസ്ലിംമാരില്ലായിരുന്നെങ്കിൽ നമ്മുടെ പക്കൽ ബൈബിൾ വരില്ല. ലോകത്തിന് ബൈബിൾ കൊടുത്തൊരു സമൂഹമാണ്, വിശുദ്ധ ബൈബിൾ കിങ് ജെയിംസ് വേർഷനൊക്കെ കൊടുത്ത ഒരു സമൂഹമാണ്. അവർ തന്നെയാണ് ഇന്ത്യക്കാരന് ബൈബിൾ കൊടുത്തത്. അപ്പോൾ ഇവരാദ്യം മിഷണറിമാർ ഓർത്തത് അന്നത്തെ ഈ ക്രിസ്ത്യാനികൾക്കിടയിൽ ഈ മന്ത്രവാദം, അതുപോലെ പലിശയ്ക്ക് പണം കൊടുക്കൽ, ബാധ ഒഴിപ്പിക്കൽ, മറ്റേ ഓരോ തരം കാര്യങ്ങൾക്ക് ഓരോ തരം ദൈവങ്ങൾ. ഉദാഹരണം പറഞ്ഞാൽ കോലഞ്ചേരി വലിയ പള്ളിയിൽ പത്രോസിന്റെയും പൗലോസിന്റെയും തിരുനാളിൻ്റെ അന്ന് ചാരായമായിരുന്നു നിർത്തി. മനസ്സിലായോ? ഇത്രയും മദ്യപാനത്തിനെതിരെ നിലപാടെടുത്തൊരു മനുഷ്യനാണ് പൗലോസ് അല്ലേ? ആ മനുഷ്യന്റെ നാമത്തില ചാരായം നേരെ അടുത്താലം വരേണ്ടതാണ്. അപ്പൊ ഇത്തരത്തിലെ ഭക്തിയൊക്കെ നിലനിൽക്കാൻ മിഷണറിമാർ കലയിച്ചു. ഇതൊന്നും അല്ല ശരി, നിങ്ങൾ നേരാമണ്ണം വാ ഇങ്ങനെ പറഞ്ഞ് പഠിപ്പിച്ചെങ്കിലും അവസാനം മിഷണറിമാർക്ക് മനസ്സിലായി ഈ കാശ് പോകുന്നല്ല. ബിഷപ്പുമായിട്ട് സംസാരിക്കാം മാവേലിക്കരത്തിൽ. ബിഷപ്പും പറഞ്ഞു, ഞങ്ങൾക്ക് പൈസ ഉണ്ട്, അതൊക്കെ സഹകരിച്ചു പോകാം. അങ്ങനെ പഴയ സെമിനാരിയൊക്കെ കിട്ടിയിട്ടുണ്ട് കോട്ടയത്തിരിക്കുന്നു. അങ്ങനെ നിങ്ങളും ഞങ്ങളും തമ്മിൽ വലിയ സഹകരണം. അങ്ങനെ കലകിച്ച് പിരിഞ്ഞൊരു ചരിത്രമാണ് മാവേലിക്കര പടിയോല. ഈ ഗ്രന്ഥം വായിക്കണം. മാവേലിക്കര പടിയോല ഇപ്പോഴും കിട്ടും. മാവേലിക്കര പടിയോലയുടെ കാലം വരെ മിഷണറിമാർ പ്രവർത്തിച്ചത് ക്രൈസ്തവർക്കിടയിലാണെങ്കിൽ അവർക്കൊന്നും അറിയില്ല ഇവിടുത്തെ സ്ഥിതി എന്താണ്. പിന്നെ പതുക്കെ അവർ തങ്ങളുടെ ശ്രദ്ധ കൊടുത്തത് ഈ രാജ്യത്തിൽ ദലിതർക്കിടയിൽ പ്രവർത്തിച്ചു. ദലിതരാണെന്ന് അവർക്കറിയില്ല, അവരെല്ലാവരും ഒരുപോലെ കണ്ടത്. ആ സമൂഹത്തിൽ ഒരു പ്രധാനിയായിരുന്നു ഹെൻറി ബേക്കർ ജൂനിയറും സീനിയറും. പിന്നെ നമ്മൾ അറിയുന്ന തോമസ് നോർട്ടൺ, പിന്നെ നമ്മൾ അറിയുന്ന അവൽ പിതാവിനെ വിശ്വാസത്തിലേക്ക് കൊണ്ടുവന്ന ആദിനായ ഹോക്സ്വർത്ത് സാഹിത്യം. ഇവരെല്ലാം ഇതിന്റെ ഭാഗമായിട്ട് മുമ്പോട്ട് വന്നു. ഈ നിലയിൽ ഇത്തരത്തിലെ നിരവധി ആളുകൾ ഇറങ്ങി പ്രവർത്തിക്കും. ആ പ്രവർത്തനത്തിന്റെ പരിണിത ഫലമായിട്ട് സംഭവിച്ചത് കേരളം ഇതുവരെ കാണാത്ത ആഭ്യന്തരമായ കലഹങ്ങളാണ്. അന്ന് ക്രൈസ്തവരെ ഏറ്റവും ഉപദ്രവിച്ചത് ഈ രാജ്യത്തിലെ ജാതി ഹിന്ദുക്കളല്ല, അവരെ അകറ്റി നിർത്തിയെങ്കിലും പരമ്പരാഗതമായി നിലനിന്നിരുന്ന ഈ രാജ്യത്തിലെ ക്രിസ്ത്യാനികൾ ധാരാളമായി ക്രൈസ്തവ പേരുള്ള നാമധാരികളായ ആ സുഹൃത്തുക്കൾ പള്ളികൾക്ക് തീയിടുകയും പ്രാർത്ഥിക്കാൻ അനുവദിക്കാതിരിക്കുകയും നമ്മുടെ സമൂഹത്തിന്റെ പേരുകൾ
ആ പേര് പോലും തെറ്റായ വിധത്തിൽ ഉദ്ധരിക്കുകയും ഒക്കെ ചെയ്യുന്ന പ്രവണതകൾ ഇവിടെ സംജാതമാണ്. അപ്പോൾ ഒരേ സമയത്ത് ഈ രാജ്യത്തിലെ പരിവർത്തിത ക്രൈസ്തവർ ആരോടൊക്കെയാണ് പോരാടിയെന്ന് ചോദിച്ചാൽ, ഒന്ന്, ഈ രാജ്യത്തിലെ സഹോദരങ്ങൾ പോരാടി വന്നത് ആരോടെന്ന് ചോദിച്ചാൽ, ഒന്ന്, തങ്ങൾക്ക് മുന്നമേ ക്രിസ്തീയ വിശ്വാസം സ്വീകരിച്ചു എന്ന് കരുതിപ്പോന്ന പൂർവിക ക്രൈസ്തവരോട്. രണ്ട്, അന്നത്തെ സംഘപരിവാര ശക്തികളുടെ ജാതി ഹിന്ദുത്വത്തിനെതിരെയാണ്. മൂന്നാമതായി പോരാടിയത് ഈ വിശ്വാസം സ്വീകരിക്കാത്ത നമ്മുടെ തന്നെ സഹോദരങ്ങളോടാണ്. നാലാമതായി പോരാടിയത് കൊടിയ ദാരിദ്ര്യത്തോടും പട്ടിണിയോടും ഇല്ലായ്മകളോടും ബുദ്ധിമുട്ടുകളോടും. ഇതൊക്കെ സഹിച്ചാണ് ഈ ബൈബിളും കൊണ്ട് വരുമ്പോൾ ആകെ അവൻ ആവശ്യപ്പെട്ടത് മനസ്സിന് കിട്ടുന്ന ഒരു ചാരിതാർത്ഥ്യ സുഖവുമൊക്കെയാണ്. അതുവരെ ഈ രാജ്യത്തിൽ ആംഗ്ലിക്കൻ ചർച്ചുകളല്ലാതെ പെന്തക്കോസ്തുകളൊന്നും വന്നില്ല. ആംഗ്ലിക്കൻ ചർച്ചുകളല്ലാതെ ലണ്ടൻ മിഷനും ബാസൽ മിഷനും ഒക്കെ അല്ലാതെ മറ്റാരും ഈ സാധുക്കളായ മനുഷ്യരരികിൽ പോയിട്ട് വിശേഷം പറയുകയോ അവർ ഇടപെടുകയോ ചെയ്യില്ല. അതിൻ്റെ ഏറ്റവും വലിയ ഗുണഭോക്താക്കളായി മാറിയത് നമ്മുടെ മേലുകാവ് ഭാഗത്തുള്ള മലയരയ സഹോദരങ്ങളാണ്. മലയരയ സഹോദരങ്ങൾ ദലിതരെക്കാൾ പ്രാകൃതരായി അവിടെ ജീവിക്കുകയും തലനാനി എന്നറിയപ്പെടുന്ന ഒരു ഗോത്രദേവനെ ആരാധിക്കുകയും ഒക്കെ ചെയ്തു പോരുന്ന ഒട്ടേറെ അനുഭവങ്ങളുടെ നടുവിൽ നിന്ന് അവർ കൂട്ടത്തോടെ ക്രിസ്തീയ വിശ്വാസം സ്വീകരിച്ച് മുമ്പോട്ട് വന്നു. അതുകൂടാതെ ഏറ്റവും അധികം ഗുണം ഈ ആംഗ്ലിക്കൻ മിഷന്മാരുടെ പ്രവർത്തനത്തിന്റെ ഫലമായിട്ടുണ്ടായത് ഈ രാജ്യത്തിലെ ഈഴവ സഹോദരങ്ങൾക്ക്. നിങ്ങൾ മൺറോതുരത്തിന്റെ ഒക്കെ ചരിത്രം പഠിക്കണം. ബഹുമാനപ്പെട്ട വെള്ളാപ്പള്ളി നടേശനമൊന്നും ഇത് അറിയില്ല. അത് അദ്ദേഹത്തിന് അറിയില്ല എന്നുള്ള കാര്യത്തിൽ നമുക്കൊരു തർക്കത്തിൻ്റെ ഒന്നും ആവശ്യമില്ല. അതിനെക്കുറിച്ച് ഒത്തിരി പറയണ്ട. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇങ്ങനെയൊക്കെയുള്ള ഗുണഗണങ്ങൾ ഉണ്ടായപ്പോൾ പെട്ടെന്ന് കത്തോലിക്ക സമൂഹത്തിലും അവർക്കൊരു ശ്രദ്ധ വന്നു. കാരണം കൂട്ടത്തോടെ ആളുകൾ CMSലേക്ക് ചേരുക, ഈഴവരടക്കം വന്നു ചേരുക. ഇന്നിപ്പോൾ നമ്മുടെ നാട്ടിൽ സവർണ ക്രൈസ്തവതയുടെ പേര് വീറുന്ന ഈ മാവേലിക്കര ഭാഗത്തുള്ള അനവധി സഹോദരങ്ങളും ഈഴവ കൺവേഴ്സാണ്. അവർ ക്രിസ്ത്യാനി ക്രിസ്ത്യാനികളൊന്നുമല്ല. പക്ഷേ കാലാന്തരത്തിൽ അവർ ലയിച്ച് മുഖ്യധാരയിലേക്ക് ചേരുന്നു. ഇതുപോലെ തന്നെ നമ്മുടെ നാട്ടിൽ കോട്ടയത്തും പരിസര പ്രദേശങ്ങളിലും അല്ലെങ്കിൽ പാലായിലുമൊക്കെയുള്ള പ്രമുഖരായ പല ആളുകളും മൂന്ന് പ്രബല വിഭാഗങ്ങളിൽ നിന്ന് വന്നവരാണ്. ഒന്ന് വേട്ടുവർ എന്നറിയപ്പെടുന്ന വിഭാഗത്തിൽ നിന്ന്, രണ്ട് ഉള്ളാടർ എന്ന് പറയുന്ന വിഭാഗത്തിൽ നിന്ന്, മൂന്ന് അരയ എന്നറിയപ്പെടുന്ന വിഭാഗത്തിൽ നിന്ന്. ഇങ്ങനെ ഈ വിഭാഗത്തിലൂടെ വന്ന് സാമൂഹ്യ മുഖ്യധാരയിൽ ലയിച്ച് കേരള മുഖ്യമന്ത്രി വരെയായ ആളുകളുണ്ട്. നിങ്ങൾക്കറിയാം, മനസ്സിലായില്ലേ? പക്ഷെ അവരാരും ഇത് സമ്മതിക്കാൻ തയ്യാറൊന്നുമില്ല. തോമാസ് ലീഗ വന്ന് മാജിക്ക് കാണിച്ചപ്പം ഞങ്ങളെല്ലാം കൂടെ വിശ്വാസം സ്വീകരിച്ചു എന്നാണ് പറയുന്നത്. തോമാസ് ലീഗ മാജിക്ക് കാണിച്ചെന്നാണ് പറയുന്നത്. എൻ്റെ പ്രയോഗമുള്ള ഡോക്ടർ ബെനിക്കോൾ പറയുന്നൊരു പ്രയോഗമാണ് മാജിക്ക്. അതൊക്കെ ചോദിച്ചാൽ മതി. അപ്പോൾ തോമാസ് ലീഗ മാജിക്ക് കാണിച്ചപ്പോൾ വന്നു എന്ന് പറയാനാണ് ആളുകൾ ഇഷ്ടപ്പെടുന്നത്. അറിയാ വിഭാഗത്തിൽ നിന്നൊക്കെ വന്നിട്ട് നല്ല നിലയിൽ ക്രിസ്തീയ വിശ്വാസത്തിന്റെ ഭാഗമായി താൻ ഈ പശ്ചാത്തലത്തിലാണ് എന്ന് പറയാൻ മടി കാണിച്ചു നിൽക്കുന്ന MP-മാർ നമ്മുടെ നാട്ടിലുണ്ട് ഇപ്പോഴും. അതായത് അവരുടെ ഈ ആനുകൂല്യങ്ങളും കാര്യങ്ങളും മാസശൈലിയും ഒക്കെ മേടിക്കും. പറഞ്ഞു വന്നത് ഇത്തരം ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട്. സവർണതയുടെ ആ ചാപ്പ സ്വന്തം ശരീരത്തിലേക്ക് ഏറ്റുവാങ്ങുക, അവർണതയുടെ എല്ലാ ആനുകൂല്യങ്ങളും സ്വീകരിക്കുക. ഈയിടയ്ക്ക് കാഴ്ച കൊണ്ടിരിക്കുന്നു. ഓണം ആഘോഷിക്കരുത്, ഓണം ആഘോഷിക്കും. ഞാൻ വിചാരം ഓണത്തിന് പാർട്ടി. കാരണം ഒരു സോഷ്യലിസ്റ്റിനെ, കള്ളവും ചതിയും ഇല്ലാത്തൊരു സോഷ്യലിസ്റ്റിനെ ചവിട്ടി പാതാളത്തിലിട്ടേന് ഞാനെന്തൊരു നാട് നന്നായി വരച്ച ഒരു സോഷ്യലിസ്റ്റിനെ ചവിട്ടി താഴ്ത്തിയ വാമനന്മാര് അതിന്റെ കഥ പറഞ്ഞിട്ട് സമരമാണ്. വിചാരം ഞാൻ പാസ് ചെയ്യാൻ ഇന്നലെ പാസ് ചെയ്യാൻ വൈകിട്ടറിയും. അപ്പോൾ വർഷങ്ങളായിട്ട്. അപ്പോൾ പക്ഷേ ഓണം ആഘോഷിക്കാത്ത ആളുകൾ, ഓണം കൊണ്ട് കൊടുക്കാത്ത ആളുകൾ, ഓണത്തപ്പൻ കഥയൊക്കെ പറയാത്ത ആളുകൾ ഓണത്തിന്റെ അലവൻസ് ഒരിക്കലും എടുക്കുന്നു. ഓണത്തിന് സർക്കാർ അലവൻസ് കൊടുത്താൽ അത് കുറഞ്ഞു പോയി നമ്മൾ സമരം ചെയ്യില്ലേ? അത് പോട്ടെ. അത് ഇത് കൂടെ വേണ്ടെന്ന് നോക്കണ്ടേ അല്ലേ? ക്രിസ്മസ് ഇല്ലാത്തവർ അതിൻ്റെ ആനുകൂല്യം ഒന്നും കൈപ്പറ്റില്ല അല്ലേ? അത് പറഞ്ഞു തന്നത് ഇങ്ങനെയുള്ള പരിസ്ഥിതി നിലനിൽക്കെ കാത്തലിക് സഹോദരങ്ങൾ എന്ത് ചെയ്യുന്നത്? അവർ നെടുങ്കുന്നത്ത് 1830 അപ്പോൾ 1960-70 ആകുമ്പോഴാണ് 10-25 കൊല്ലം കഴിഞ്ഞ് കത്തോലിക്ക സഭ ദലിതർക്കിടയിൽ പ്രവർത്തനം ആരംഭിച്ചു. അത് നേരത്തെ കൊടുത്തത് ആളിൻ്റെ പേര് അച്ഛനാണ്. അച്ഛൻ്റെ പേര് ആരും മറക്കാൻ പാടില്ല. മത്തായി മറിയം എന്നറിയപ്പെടുന്നു. നീതി വ്യക്തി കാരണം അദ്ദേഹം മറിയം എന്ന് പേരിട്ടു. അപ്പം മത്തായി മറിയം എന്ന് പറഞ്ഞ അച്ഛൻ നെടുങ്കുന്നത്ത് നിന്ന് കാണുന്ന ആ സെന്റ് ജോൺ ദ ബാപ്റ്റിസ്റ്റ് ചർച്ച് ഇരിക്കുന്ന സ്ഥലത്ത് ഏതാണ്ട് 100-ഓളം പുലയരെ ഒരുമിച്ച് കൂട്ടിക്കൊണ്ടുവന്ന് ഈ കത്തോലിക്കരാക്കാൻ തുടങ്ങുകയാണ്. അന്ന് ചോദിക്കുന്ന സത്യപ്രതിജ്ഞ. ഇതൊരു കാര്യമുണ്ട്. ഈ ആംഗ്ലിക്കൻ ചർച്ചിൽ വന്ന ദലിതരെ പിടിച്ച് വ്യത്യാസം നോക്കുകയല്ല ചെയ്തുകൊണ്ടിരുന്നത്. തിരുവല്ലയെ കൊണ്ടുവന്ന് ക്ലാസ്സൊക്കെ പഠിപ്പിച്ച്
സായിപ്പ് ചോദിക്കുന്ന 75 ചോദ്യങ്ങൾ, അതിൽ ലണ്ടനിൽ അച്ചടിക്കുന്ന, ഇംഗ്ലീഷിൽ അച്ചടിക്കുന്ന 75 ചോദ്യങ്ങൾ പിതാവായ ദൈവത്തിലും പുത്രനായ യേശുക്രിസ്തുവിലും പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥനിലും വി ബിലീവ്, ഞങ്ങൾ വിശ്വസിക്കുന്നു എന്ന് പറയുന്ന ആ വിശ്വാസ സംരക്ഷണത്തിന്റെ മുഴുവൻ കാര്യങ്ങളും ചോദ്യോത്തര രൂപേണ ചോദിച്ച് മനസ്സിലാക്കി അത് പാസ്സായവന് മാത്രം ആ സ്നാനം കൊടുക്കുക. മനസ്സിലായില്ലേ? അല്ലാതെ ബോധമില്ല ചുമ്മാ പിടിച്ച് നോക്കി പോയതല്ലത്. അങ്ങനെയൊന്നും വന്നല്ലത്. അതിന്റെ പരിതോലായിട്ടാണ് നിങ്ങൾ ഇന്നും ആംഗ്ലിക്കനായിട്ട് പിടിച്ചിരിക്കുന്നത്. എന്താ ഞങ്ങളൊക്കെ ഇത്രയും വർക്ക് ചെയ്തിട്ടും കാര്യമായിട്ടൊന്നും നടത്തുന്ന ഞാൻ ഈ അച്ഛന്മാരൊക്കെ പറയണ്ടേ മനഃശാസ്ത്രപരമായിട്ട് ഇങ്ങോട്ട് ആളുകൾ പോകാതെ നിങ്ങൾ സ്നാനവും ഈ കാര്യങ്ങളൊക്കെ ജനങ്ങൾക്കൊരു വൈകാരികതയില്ല. ഇതൊക്കെ യൂട്ടിലൈസ് ചെയ്യണം. ഇവരുടെ നേരിട്ട് പറഞ്ഞു വർക്ക് ചെയ്തിട്ട് പറഞ്ഞ കാര്യമാണ്. CSIക്കാരോട് ഇതൊക്കെ പറയാറുണ്ട്. എനിക്ക് അവരോടും പറഞ്ഞില്ല എൻ്റെ കാര്യം പറയും. അത് ഇത് ഓർക്കട്ടെ. ഈ മൂവ്മെന്റുകളെല്ലാം ചെയ്യുന്നത് ദോഷം. ഇവിടെ മൂവ്മെന്റ് ഉണ്ടാകുകയാണെങ്കിൽ നിങ്ങൾ സ്വയം നിങ്ങളുടെ സഹോദരനെ ശത്രുവായിട്ട് പിടിക്കും. ആ നേരെ പോലീസുകാരനെ ശത്രുവായിട്ട് പിടിച്ചിട്ട് എൻ്റെ എനർജി മുഴുവൻ ഇങ്ങോട്ട് അടിച്ച് ചുരുക്കുക. ഇവിടെ ചർച്ച തുടങ്ങാം. എൻ്റെ ആദ്യത്തെ ശത്രു ആരാ? ഈ അച്ഛനാണ് എൻ്റെ ശത്രു. പിന്നെ ഞങ്ങൾ തന്നെ ഇവിടെ മുഖ്യ ശത്രു ഗോലിയാത്തോടൊന്ന് വെല്ലുവിളിക്കുക. ചേട്ടനും ഞാനും ഇവിടെ കിടന്ന് പിടിക്കുക. ചേട്ടൻ ചോദിക്കുക ആടിനെ നോക്കാൻ എന്നാന്ന് ചോദിച്ചു. ഇവിടെ കിടന്ന് സമയം കളഞ്ഞാൽ ഗോലിയാത്ത് വന്ന് നമ്മളെ മുഖം തേർക്കും. മനസ്സിലായില്ലേ? ഇവരാണ് VSPക്കാരനൊക്കെ പറ്റിയത്. ഇവരാണ് KP സാറിനൊക്കെ പറ്റിയത്. ഇവരെന്ത് ചെയ്യുന്നു? ഇവരിന്ന് പണ്ട് പോയവരോ പണ്ടത്തെ ഏതോ ഒരു കാരണത്താൽ ഇവിടെ അതിങ്ങനെ മാറിയൊരു വിങ്ങ. ഇവരോടും പറയാൻ പാടില്ല. എനർജി മുഴുവൻ അകത്തടിച്ച് കളയരുത്. അല്ലെങ്കിൽ ആംഗ്ലിക്കൻ ചർച്ചിന് കുറെ ഉപവിഭാഗങ്ങളുണ്ട്. അതൊക്കെ നടക്കട്ടെ. കാര്യത്വം എടുക്കുമ്പോൾ നമ്മളൊരു കോർഡിനേഷൻ ഒന്നിച്ച് കൂടിയാൽ മതിയെന്ന് അവർ പറയട്ടെ. അവർ നമ്മുടെ ശത്രുക്കളല്ല. കർത്താവ് തന്നെ പ്രോത്സാഹിപ്പിച്ചില്ല. കർത്താവ് തന്നെ പറഞ്ഞിട്ടുണ്ട് നമുക്ക് എതിരല്ല. നമ്മൾ അനുകൂലിക്കല മാത്രം. നമ്മൾ എനർജി മുഴുവൻ ഇവിടെ കിടന്ന് ഇങ്ങനെ അടിച്ചു കളയരുത്. ഇവിടെ നിന്ന് വീഴ്ചപ്പെട്ട് രണ്ടുപേരപ്പുറത്ത് പോകട്ടെ, രണ്ടച്ഛന്മാരടത്ത് പോകട്ടെ, ഭൂമിയെ വാദിക്കട്ടെ, വാദിക്കാതിരിക്കട്ടെ, ഭൂമിയെ റദ്ദാക്കട്ടെ. പക്ഷേ മുഖ്യധാരയെ നമ്മൾ ഒന്നിച്ചിരിക്കണ്ടേ? സന്തോഷം. വീട്ടിലൊരാൾ പാസ്റ്ററും മറ്റൊരാൾ അച്ഛനും ഒക്കെ ആയിക്കോട്ടെ. കൂടി വരുമ്പോഴേക്ക് ആ വിഭാഗം ഞങ്ങളൊക്കെ എത്ര യോഗങ്ങൾ ഒരുമിച്ച് കൂടുന്നു. ഇന്ന് വരെ കലയിച്ചിട്ടുണ്ടെങ്കിൽ പാസ് പ്രസംഗിക്കാൻ അച്ഛനാ പറയുന്നത്. സഹോദരങ്ങൾ തന്നെ ഞങ്ങളൊരു വീട്ടിൽ കല്യാണം കഴിക്കുന്ന സഹോദരങ്ങൾ ഇതിനടി ഞാൻ കൂടെ കത്തോലിക്ക അച്ഛനും അല്ല ഹിന്ദു സഹോദരന്മാരുണ്ടെങ്കിലും അടിച്ചു തിരിയേണ്ട കാര്യമുണ്ടോ? ഞാൻ ഇതൊക്കെ ഒരു പെൺകുട്ടി വെച്ച് ബുദ്ധിസ്റ്റ് ആകാത്ത ആളുകളെ മുഴുവൻ പറയുന്നത് ഇതുപോലെ പാർട്ടിയുടെ അടിമ അടിമയൊന്നുമില്ല. നന്ദസോട് അവിടെ പ്രവർത്തിക്കും. നിൽക്കാൻ പാടില്ല. നിനക്ക് നാളെ ഇവനെ വേണോ? ഈ ആളിനെ കൂടെ നിൽക്കണം അടിമ നിൽക്കാൻ ആംഗ്ലിക്കൻ ചർച്ചിൽ കിടക്കുന്നവർക്കെല്ലാം വിവരമില്ല എന്ന് ഞാൻ പ്രസംഗിച്ചുകൊണ്ടിരുന്നത്. നാളെ പൊതുകാരെ നിൽക്കുമ്പോൾ നിങ്ങൾ എൻ്റെ കൂടെ നിൽക്കുമോ? പാസത്ത് വിവരമില്ല, പാസ കൊള്ളത്തില്ലെന്ന് പറഞ്ഞുകൊണ്ടിരുന്നാൽ നാളെ നിങ്ങൾക്ക് എൻ്റെ അടുത്ത് വന്നാൽ ശരിയല്ലേ? മനഃശാസ്ത്രപരമായിട്ട് നമ്മൾ ഒന്നിക്കണ്ടേ? DCMS കത്തോലിക്ക മഹാജന സഭയും KPMS-ഉം ഹിന്ദുവും ഈ രാജ്യത്തിലെ യുവ സഹോദരങ്ങളും അവരെല്ലാം പീഡ് അനുഭവിച്ചവരാ. ഇവരെല്ലാം ഒന്നിക്കണ്ടേ? അവരെല്ലാം കണ്ടു കഴിയുമ്പം ആദരണീയനായ ശ്രീനാരായണ ഗുരുവിനെ പറ്റി മോശം പറയേണ്ട കാര്യമുണ്ടോ? അദ്ദേഹം വലിയൊരു മനുഷ്യനാണ്. എന്തിനാ മോശം പറയുന്നു? അയ്യങ്കാളിയെ പറ്റി മോശം പറയേണ്ട കാര്യമില്ല. എന്തെന്നെ ആ സമൂഹം ഉൾക്കൊണ്ട് പോരുന്നൊരു പൾസുണ്ട് അല്ലേ? അതിന് ഗുണപരമായ ചിന്തയിലേക്ക് കൊണ്ടുവരാനുള്ള ആ കാര്യം നമ്മൾ ചെയ്യുന്നില്ലെങ്കിൽ ഞാൻ മറ്റൊരു അടിക്കടിക്ക് ആവശ്യമില്ല. നമുക്ക് മുമ്പോട്ട് നിൽക്കണം. അവിടെ നിന്ന് ജോലിയാത്ത് വെല്ലുവിളിക്കുകയാണ്. മുഖ്യ ശത്രു അവിടെ നിൽക്കുകയാണ്. നമുക്ക് അങ്ങോട്ടാണ് പോകേണ്ടത്. ആ ചിന്ത വേണം. അപ്പോൾ ഈ നമ്മുടെ ബാപ്റ്റിസ്റ്റ് ചർച്ചിൻ്റെ അവിടെ കൂടിയിട്ട് മത്തായി മറിയം എന്ന് പറയുന്ന അച്ഛൻ ധാരാളം പേരെ ഇലയരെ ഇതിലേക്ക് കൊണ്ടുവരികയാണ്. അപ്പോൾ അവരോട് പറയുന്നൊരു കാര്യമുണ്ട്. വായിക്കാൻ നമ്മൾ സങ്കടം വരും. ഇന്നിപ്പോളിൻ്റെ ആ പുസ്തകം എല്ലാവരും വായിക്കണം. അടിമ കേരളത്തിൻ്റെ അദൃശ്യ പതിപ്പ് 10 പതിപ്പിറങ്ങിയതാണ്. 10 പതിപ്പ്. ആ 2023 കേരള സാഹിത്യ അക്കാദമിയുടെ അവാർഡ് കിട്ടിയ ഗ്രന്ഥമാണ്. വായിക്കണം. നല്ല റീഡബിലിറ്റിയുള്ള പുസ്തകം. വായിക്കാനൊക്കെ കൊള്ളാം. ഹൃദയഭേദകമായ ഒത്തിരി കാര്യങ്ങൾ അതിലുണ്ട്. അതൊന്നാണ് ഈ പറഞ്ഞു തരുന്നത്. അപ്പോൾ ഈ അച്ഛൻ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ഈ ക്രിസ്ത്യവിശ്വാസം സ്വീകരിച്ചു എന്ന് കരുതി നിങ്ങളുടെ സമൂഹത്തിലെ നിലയും വിലയും മാറുന്നില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, പിതാവേ ഞങ്ങളുടെ നിലയും വിലയും മാറുന്നു. രണ്ടാമത്തെ ചോദ്യമാണ്, നിങ്ങൾ ക്രിസ്ത്യവിശ്വാസം സ്വീകരിച്ചു എന്ന് കരുതി ശേഷമുള്ള ക്രിസ്ത്യാനികളുടെ പദവിയോ അവകാശമോ ഒന്നും നിങ്ങൾക്കില്ല. നിങ്ങൾ അവരിന്നും തമ്പുരാന്മാരാണെന്ന് വിശ്വസിക്കുന്ന പിതാവേ വിശ്വസിക്കും. പിന്നെയും പറയാണ്, നിങ്ങളിങ്ങനെ സ്വീകരിച്ചെന്ന് കരുതി നിങ്ങളുടെ ഉടമ പറയുന്ന, നിങ്ങളെ വിലക്ക് വാങ്ങിയ ആ യജമാനൻ പറയുന്ന കാര്യങ്ങളൊക്കെ അനുഷ്ഠിക്കാതിരിക്കാൻ നിങ്ങൾക്ക് അവകാശം കിട്ടിയതായിട്ട് തോന്നുന്നു. ഇല്ല പിതാവേ, നിങ്ങൾ ഇന്നും അടിമകൾ തന്നെ. ഇങ്ങനെ എഴുതി വെച്ച്
ഒപ്പിട്ട ശേഷമാണ് കത്തോലിക്ക അവസാനം പറഞ്ഞൊരു ഭാഗമുണ്ട്, ഇതൊക്കെ അംഗീകരിച്ച് പിതാവേ ഞാൻ കോടേതമ്പുരാനെ എന്ന് വിളിച്ചാൽ മതി, അതിനാണ്. ഇതൊരു ദയനീയமான അവസ്ഥയെ കുറിച്ച് ഇതുകൊണ്ട് ഇപ്പോൾ ഇരുന്നൊരു ഈ പറയപ്പെട്ട താൽപ്പര്യ കഴിച്ചെന്നൊക്കെ പറയുന്നൊരു സംഭവം, ഈ സ്ത്രീ എത്രമാത്രം ഇതിനു വേണ്ടിയൊക്കെ പിടിച്ചു എന്ന് പറയുന്ന ഒരു സംഭവത്തെ പറയുന്നു. മാടത്തി എന്ന് പറയുന്ന ഒരു സ്ത്രീ. ഈ മാടത്തി എന്ന് പറയുന്ന ഒരു വിലയസ്ത്രീ യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ചു. അപ്പോൾ അവിടെ വിദേശി വന്നു. അദ്ദേഹം വന്നിട്ട് ക്ലാസ്സുകളൊക്കെ കൊടുത്ത് അന്നത്തെ അറിവിൽ ഇവർക്ക് വലിയ മാറ്റം. ശരിക്കും അവരുടെ ആങ്ങളെയും അവരുടെ ഹസ്ബൻഡും എല്ലാ അടിമകളാണ്. അപ്പോൾ ഇവർ മലയും കാടുമൊക്കെ കടന്ന് ദൂരെ തട്ടിക്കൂട്ടി ഷെഡിക്കൂടി പ്രാർത്ഥിക്കണം. അപ്പം ഇവർക്ക് അതുവരെ യജമാനുടെ ഭയങ്കര വിരോധം. പക്ഷെ യേശുവിനെ സ്വീകരിച്ചതോടെ അവർക്ക് യജമാനെ സ്നേഹിക്കാനും ബഹുമാനിക്കാനും പണ്ടത്തെ ഇതൊക്കെ കളഞ്ഞു കൂടുതൽ പണി ചെയ്യാനും പഠിക്കാനും യജമാനെ സന്തോഷം. യജമാനം പറയും ഈ പള്ളി പൊക്കും, പണിയെല്ലാം കുറിച്ച് ചെയ്യുന്നില്ല പോകും. പക്ഷേ കുറേ നാളായിട്ട് ഈ മാടത്തിയെ കാണുന്നില്ല. കാണാതെ വന്നപ്പോൾ യജമാനം വിളിച്ചിട്ട് ചോദിച്ചു, നീ അഹങ്കാരിയല്ലേ, എന്തേ നിന്നെ കാണുന്നില്ലല്ലോ പറഞ്ഞു. യജമാനെ വേനൊരു കുഞ്ഞിനെ ഇവരൊക്കെ ചുമക്കാം, കുഞ്ഞുണ്ട്. അത് പറഞ്ഞു, ഈ കുഞ്ഞുണ്ടായിട്ട് നീ കാടും മലയൊക്കെ കടന്ന് പള്ളി പോകുന്നുണ്ട്, അങ്ങനെ പണിക്കുക ഉയർന്ന ഗർഭിണി ഈ സ്ത്രീയെ കൊണ്ടുവന്ന വയലിൽ പണിയെടുപ്പിച്ചു. അപ്പുറത്ത് കന്നാലിയാ, ഈ കന്നാലിക്കിട്ട് കല്ലി അത് ഇപ്പുറത്ത് സ്ത്രീയ പോയി പോകുന്ന വഴിക്ക് ഏറ്റവും ദൗർഭാഗ്യകരമായ കാര്യം സംഭവിച്ചു. മാടത്തി ആ ചെളിവെള്ളത്തിൽ ഒരു കുഞ്ഞിന് ജന്മം കൊടുത്തു. ആ കുഞ്ഞ് വെള്ളത്തിൽ വീണ് 1-2 വട്ടം ചാടി നീങ്ങി പ്രാണം പിടഞ്ഞു കൈകാലുകൾ കുഴഞ്ഞു മാടത്തി നമ്മുടെ വീട് മരിച്ചു. ഇങ്ങനെയൊക്കെ പ്രാപിച്ചതാണ് നമ്മുടെ വിശ്വാസം. അതുകൊണ്ടാണ് മറ്റെന്തെങ്കിലും പാരിതോഷികം തരാമെന്ന് പറയുമ്പോൾ പെട്ടെന്ന് പോകാത്തതിൻ്റെ കാരണം എന്താണെന്ന് അറിയുന്നത്, ഇത്തരം മാടത്തിമാർ പ്രാണം കൊടുത്തു വാങ്ങിയ അതിവിശുദ്ധ വിശ്വാസത്തിൻ്റെ ഒപ്പമാണ് നമ്മൾ ഈ നിൽക്കുന്നത്. ഇത് തെറ്റുപറ്റിയെന്നൊന്നും കരുതണ്ട. നമുക്കില്ലാത്തത് സാമ്പത്തികമായ ചില പരിമിതികൾ നമുക്കുണ്ട്. അത് മാറാനുള്ളൊരു വിദ്യ കൂടി ഞാൻ പറഞ്ഞു തരും. സന്തോഷമാണ്. കാശ് ബുദ്ധിമുട്ട് മാറുന്ന കാര്യമാണ്. സന്തോഷമാണ്. സന്തോഷമാണ്. അപ്പോൾ കുഞ്ഞെന്തിനാണ് പഠിക്കുന്നത്? കുഞ്ഞിൻ്റെ 10 ഇത് നമ്മുടെ ഒരു ക്യാഷായിരിക്കുന്നു. എന്താ പറയുന്നത്, ആ ഇരിക്കുന്നൊരു ക്യാഷാണ് കേട്ടോ. ഇതെല്ലാം നമ്മുടെ സ്വന്തത്താണ്. ഞാനൊരു ഫീൽഡ് തിരഞ്ഞെടുത്ത് പ്രവർത്തിച്ചിട്ട് കുട്ടികളുടെ പ്രോഗ്രസ് അടക്കം റിപ്പോർട്ടെല്ലാം നോക്കി എനിക്കറിയാവുന്ന കാര്യങ്ങളെ പഠിപ്പിക്കും. പഠിപ്പിച്ച് പോകേണ്ട കോഴ്സിലേക്ക് ഗൈഡ് ചെയ്തു. അച്ഛന്മാരൊക്കെ ചെയ്യണം, നേഴ്സിങ്ങിനെ പഠിപ്പിക്കണം, നമ്മുടെ സ്റ്റാഫ് ഫണ്ട് റൈസ് ചെയ്ത് IAS കുട്ടികളെ പഠിപ്പിക്കണം, നേഴ്സിങ്ങിനെ പഠിപ്പിക്കണം. ഇതൊന്നും തിരിച്ചു വരേണ്ട. പക്ഷേ എൻ്റെ ശേഷം വരുന്ന തലമുറയ്ക്ക് ഇത് ജോലി കിട്ടിക്കഴിയുമ്പോൾ നീ അമേരിക്കയിൽ പോകുമ്പോൾ ഈ സൗദി അറേബ്യ പോകുമ്പോഴേ നിന്നെ സഹായിച്ച മനുഷ്യരെ ഓർക്കണം. 8 കൊല്ലം ഞാനൊരു സ്ഥലത്ത് പ്രവർത്തിച്ചു. അച്ഛന് കുറേയൊക്കെ അറിഞ്ഞു. എനിക്ക് 8-10 നേഴ്സുമാരും കുറേ പോസ്റ്റ് ഗ്രാജുവേറ്റ്സൊക്കെ ഉണ്ടായി. അവരൊക്കെ പറഞ്ഞു പോയി കഴിഞ്ഞപ്പോഴേക്ക് പിന്നെ ഒരു പ്രശ്നമില്ല. അന്നാ പഠിപ്പിച്ചിട്ടൊന്നും ഒരു കുഴപ്പമില്ല. ഇന്നിപ്പോൾ ഗൾഫിലൊക്കെ ചെന്നാൽ നമ്മുടെ കുഞ്ഞുങ്ങൾ കിടക്കല്ലേ കൊണ്ടുപോകാൻ. വാസങ്ങൾ വന്നു കൊണ്ടുപോകണം, അതിന് വണ്ടിയുണ്ട്, സൗകര്യമുണ്ട്. അതിൻ്റെ പ്രായോഗിക വഴി ഒരു സായിപ്പും തന്നല്ലെങ്കിൽ നമ്മൾ മുമ്പോട്ട് പോകേണ്ടത്. ഒരു സായിപ്പും തരണ്ട. നമുക്ക് അതിനുള്ള വഴിയും കഴിവും ഒക്കെ മറ്റാർക്കും ഇല്ലാത്തതിൻ്റെ കൃപകളും ഒക്കെ മക്കൾക്ക് കൊടുത്തിട്ടുണ്ട്. മനസ്സിലായില്ലേ? പണ്ടേ സൺഡേ സ്കൂൾ പഠിച്ചതിൻ്റെ ഒരു ഗുണം ഒരു ബുദ്ധിശക്തിയും അറിവും ഒക്കെ ആയിട്ട് മക്കൾക്ക് കൊടുത്തിട്ടുണ്ട്. ശരിയാണോ? ഹല്ലേലൂയ. 10% സംവരണം കിട്ടാത്ത ഘട്ടത്തിൽ മക്കൾക്ക് അഡ്മിഷൻ കിട്ടാതെ പോന്നപ്പോൾ ഈ പുസ്തകം ചുമലിലേന്തി വന്നതുകൊണ്ട് ഒരു നഷ്ടവും വന്നില്ല. ഒരു നഷ്ടവും ഒരു ദുഃഖവും വന്നില്ല. ഇനിയൊരു 8-10 വർഷത്തിനുള്ളിൽ ഇന്നി കേൾക്കുന്ന മുതിർന്ന സമൂഹത്തിൻ്റെ ഇടയിൽ നിന്ന് ഞാനൊരു കാര്യം ഉറപ്പായിട്ട് പറയാം, നമുക്ക് കുറേ IAS ഓഫീസേഴ്സിനെ വേണം, നമുക്ക് ഡോക്ടർമാരെ വേണം, നമുക്ക് എൻജിനീയേഴ്സിനെ വേണം. അതിനെ വാർത്തെടുത്തു കൊള്ളണം. അതിലൂടെ നമ്മുടെ അഭിവൃദ്ധി, നമ്മുടെ സമൂഹത്തിൻ്റെ മുഴുവൻ സ്ഥിതിയെ മാറ്റുന്ന വിസ്ഫോടനാത്മകമായ ചിന്തകളുടെ പ്രസരിപ്പ് തരാൻ കഴിയുന്ന ഒറ്റ കുഞ്ഞുങ്ങൾ ഇരിക്കുന്നുണ്ട്. ഞാൻ ഇന്നലെ പോയി പ്രസംഗിച്ചെടുത്തത് ഓട്ടിസം ബാധിച്ചത്. അത് കിടന്ന് ഇങ്ങനെയൊക്കെ വെക്കുന്നു, ബഹളം വെക്കുന്നു, എല്ലാവരും അങ്ങ് അസഹിഷ്ണുക്കുന്നു. ഇരിക്കാൻ പറഞ്ഞു, ഞാൻ സഹിക്കുന്നു. എന്താ ഇതിൻ്റെ ഗുണമെന്ന് അറിയണ്ടേ? ഇത്രയും പേർക്കിടയിൽ അറിഞ്ഞുകൊണ്ട് പാവം ചെയ്യാത്ത, മനഃപൂർവ്വം തെറ്റ് ചെയ്യാത്ത ഒരാളെ ഉള്ള ഈ കുഞ്ഞാന്ന് പറയും. മനസ്സിലായോ? മനഃപൂർവ്വം പാവം ചെയ്യാത്ത ഒരേ ഒരാൾ ഈ കാര്യത്തിൽ ഇവിടെ ആരാ? ഈ കുഞ്ഞ. അവനോളം വലിപ്പം ദൈവസന്നിധിയിൽ എനിക്കില്ല. അവനെയൊക്കെ ഉൾക്കൊണ്ടുപോകാൻ പറ, അവനെ സ്നേഹിക്കാൻ പറ.
മനസ്സിലായില്ലേ? അത് കണ്ടപ്പോൾ അവൻ്റെ അപ്പന് വലിയ സന്തോഷം. അവൻ്റെ അപ്പന് ലോട്ടറി അടിക്കുന്നതിൽ സന്തോഷമാണ്. അവനെ ആ വിധത്തിൽ ഒന്ന് പ്രകടിപ്പിക്കും എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ കുഞ്ഞുങ്ങളെയും തള്ളാൻ നമ്മുടെ കാളുമൊക്കെ പൊളിച്ചു മാറ്റി വിശാലമായ വിധത്തിൽ ഇതിനെ പണിത് ഇതിലേറ്റവും അന്തസാർന്ന ഒരു കാര്യം സൃഷ്ടിക്കാൻ നമുക്കുള്ള പണമായിരിക്കും. നിങ്ങൾക്ക് വിശ്വാസം ഇല്ലാത്തതാണ് നിങ്ങളുടെ പ്രശ്നം. നമുക്കൊന്ന് വിശ്വസിക്കണം. ഇതിനൊക്കെയാണ് ഈ ക്രിസ്ത്യാനിറ്റിയെ സ്വീകരിക്കുന്നത്. അല്ലേ? നമുക്ക് പറ്റാത്ത കാര്യങ്ങൾ ചെയ്യാൻ ആ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കും. അല്ല, പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചത് ഈ സാളി കിടന്ന് ചാടാൻ വേണ്ടി മാത്രമല്ല. അത് ചാടിക്കും, പുറത്തോട്ടിറങ്ങണം. ഞാൻ കഴിഞ്ഞ ചീറ്റുകൂടെ സിമിറ്റ് മരണമോ വന്നിട്ട് പൊട്ടക്കിടർ മതി മരുവിന് ഞാനൊരു 3-4 കാര്യം പറഞ്ഞിരിക്കും. അഭിജിത്തന്മാരാൾ ഓടാൻ തുടങ്ങി. വേറെ അങ്ങനെ ഓടാൻ പറഞ്ഞു 2.5 മണിക്കൂർ. നിങ്ങൾ കണ്ടു ആ വീഡിയോ. 2.5 മണിക്കൂർ വൻ പോലീസ്. ഞാൻ പറഞ്ഞു ഞാൻ ഭരണഘടനാ വിരുദ്ധമൊന്നും പറയുന്നില്ല. കാരണം നോക്കി അത് മൊത്തം കേൾക്കണം. നിങ്ങൾ കേൾക്കില്ലേ കാര്യം. മറ്റേ ഈ പ്രശ്നം വരുമ്പോൾ മയങ്ങി വീഴുന്ന പണിയും ഒരു വീഴ്ച നേരെ ആശുപത്രി പോലീസ് കയറിയ വീഴ്ച ആരൊക്കെ മതി അങ്ങനെ വീഴത്തില്ല. ജാമ്യം കൊടുക്കുന്നില്ല. ഞാൻ നേരെ അങ്ങോട്ട് കിടക്കാൻ വരികയാണ്. എന്താ കഴിവുകൊണ്ട് പറഞ്ഞല്ല. നിങ്ങൾ ഈ പേടിച്ചു പോയി കഴിഞ്ഞാൽ കാര്യം നടക്കല്ലേ. 2 കാര്യം നോക്കുക. ധൈര്യം വേണം, ആത്മാർത്ഥത വേണം. കുഞ്ഞുങ്ങളെ പറ്റി വലിയ പ്രതീക്ഷ വേണം. ഇതൊന്നും ഇല്ലാത്ത കാലത്താണ് ആവേൽ പിതാവ് ഈ രാജ്യത്ത് നമ്മുടെ തൊട്ടടുത്ത് ഇത്തരത്തിൽ ഇതൊന്നും അറിയാത്തൊരു ഘട്ടത്തിൽ വയലിൽ പണിത് നിലമുഴുത് കഷ്ടപ്പെടുന്ന ഒരു പശ്ചാത്തലത്തിൽ വരുന്നു. ദൈവത്താൻ എന്ന പേരിട്ട് ദക്ഷിണാഫ്രിക്കയിലെ അടിമകൾക്കൊക്കെയുള്ള പേര് മനോഹരമായ പേരാണ്. ബെഞ്ചമിൻ എന്നൊക്കെയുള്ള നല്ല പേരുകളാണ്. ഈ രാജ്യത്ത് പേരിടാൻ പോലും അവകാശമില്ല. അതായിരുന്നു പരിതസ്ഥിതി. പേരിടാൻ പോലും അവകാശമില്ല. ദൈവത്താൻ എന്ന പേര് വിളിക്കാൻ ആളുകൾക്ക് മടിയായിട്ട് തെയ്യത്താൻ എന്നാണ് വിളിക്കുന്നത്. തെയ്യത്താൻ ഇങ്ങനെ കളിയാക്കി ഈ വിധത്തിലാണ് വിളിക്കുന്നത്. അപ്പോൾ പേര് കൊണ്ടാകട്ടെ അനുഭവം കൊണ്ടാകട്ടെ ഇവൻ വർജിക്കേണ്ട ഒരു മനുഷ്യനാണെന്നുള്ള ഒരു അസ്പൃശ്യതാബോധം അങ്ങനെ ജനിപ്പിച്ച് കഷ്ടപ്പാട് ഈ ഘട്ടത്തിലാണ് ഈ നാട് വന്ന് വിസിറ്റ് ചെയ്യുന്ന ഓക്സ്വർത്ത് സാഹിബ് ഈ അവസ്ഥ കണ്ട് ഈ മനുഷ്യനെ വിമോചിപ്പിക്കുന്നു. വീട്ടിലുള്ള 8 പേരെയും വിമോചിപ്പിച്ചു അദ്ദേഹത്തെ അന്നേരെ കൊണ്ട് മല്ലപ്പള്ളിയാക്കി നിൽക്കുകയല്ല ചെയ്തു. ഞാൻ പറഞ്ഞു ആംഗ്ലിക്കൻ ചർച്ചിൻ്റെ അന്നത്തെ തിരുവല്ല ഭദ്രാസനത്തിൻ്റെ ആസ്ഥാനത്തിൽ കൊണ്ടുവന്ന് ദിവസങ്ങൾ പഠിപ്പിച്ച് ആദ്യത്തെ രക്തസാക്ഷിയുടെ പേരിട്ടു ഹാബേൽ. മനസ്സിലായില്ലേ? കയ്യിൽ ഹാബേലിനെ ആരാധനയ്ക്ക് വേണ്ടി ആരാധനയിൽ ജയമെടുത്തവനെ തോറ്റുപോയവൻ കൊന്ന ആ സംഭവമൊക്കെ വിശേഷിച്ചു ബൈബിളൊക്കെ പഠിപ്പിച്ചാണ് ഈ നിലയിലേക്ക് കൊണ്ടുവരുന്നത്. ഈ മൂവ്മെൻറ്റുകൾ ശക്തിപ്പെടുന്ന ഘട്ടത്തിൽ നമ്മൾ മലയാളക്കര കേട്ട വേറൊരു കാര്യമുണ്ട്. ഏതാണ്ട് ഇതേ ഘട്ടത്തിലാണ് ആദരനായ അയ്യങ്കാളി തൻ്റെ മൂവ്മെൻറ്റുമായിട്ട് മുമ്പോട്ട് വരുന്നത്. ഈ ഇന്നത്തെ KPMSകാരോ അല്ലെങ്കിൽ നവോത്ഥാന നായകന്മാരോ പറയാത്തൊരു കഥയുണ്ട്. അയ്യങ്കാളിക്കൊരു കസിനുണ്ടായിരുന്നു, തോമസ് വാദ്യാർ. ഈ വാദ്യാർ അദ്ദേഹത്തിൻ്റെ കസിനാണ്. തോമസ് എന്നാണ് പേര്. യേശുവിനെ സ്വീകരിച്ച ആളാണ്. ക്രൈസ്തവനാണ്. അദ്ദേഹത്തിൻ്റെ മെൻഡറായിരുന്നു. ഒരു കാര്യം ഓർക്കണം, അയ്യങ്കാളിക്ക് വിദ്യാഭ്യാസം ചെയ്യാൻ കഴിയാത്ത കാലത്ത് ക്രിസ്ത്യവിശ്വാസം സ്വീകരിച്ചവൻ്റെ വീട്ടിൽ വാദ്യാരുണ്ടായിരുന്നു. മനസ്സിലായില്ലേ? അദ്ദേഹം പഠിപ്പിച്ചു, അദ്ദേഹം അക്ഷരം പഠിപ്പിച്ചു. പലപ്പോഴും ആളുകൾ ഈ അയ്യങ്കാളിക്ക് അറിവും വിവരമൊന്നും ഇല്ല എന്നുള്ളതല്ല സംസാരിക്കുന്നത്. 2 തെറ്റ് അയ്യങ്കാളിയെ പറ്റി പറയാം. 3. അതിലൊന്ന്, അയ്യങ്കാളിക്ക് വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ എന്താ? BA മാത്രമല്ല വിദ്യാഭ്യാസം അല്ലേ? സാമൂഹ്യ ചുറ്റുപാടെന്നുള്ള അറിവും അത് പറഞ്ഞവതരിപ്പിക്കാനുള്ള പ്രസംഗ പാഠവും വായിക്കാനും എഴുതാനുമുള്ള കഴിവ് അന്ന് പലർക്കുമില്ലാതിരിക്കെ അയ്യങ്കാളിക്ക് അത് കൊടുത്ത ആളാണ്. അദ്ദേഹത്തിൻ്റെ തന്നെ കുലത്തിൽപ്പെട്ട തോമസ് വാദ്യാർ എന്നറിയപ്പെട്ട അന്നത്തെ ആംഗ്ലിക്കൻ ചർച്ചിലെ അന്നത്തെ സാൽവേഷൻ ആർമിയിലെ ഒരു വിശ്വാസിയാണ്. അതൊക്കെ പഠിപ്പിച്ചു. ഇവർ രണ്ടാമത്തെ ഒരു തെറ്റിദ്ധാരണ ആൾ നിങ്ങൾ ചട്ടമ്പിയായിരുന്നു. നിങ്ങളി ചുമ്മാ 2 പേർക്ക് അല്ലാന്ന് പറഞ്ഞ് ഈ പ്രശ്നം വരുമ്പോഴെല്ലാം ആളുകൾ പറയുന്നത് നമുക്ക് പോയേക്കാം, ചോദിച്ചേക്കാം. എന്തിന് വെറുതെ ക്രിമിനൽ കേസ് ഉണ്ടാക്കി ഇന്ന് പുറകെല്ലാം പോണോ? തല്ലുവടിയൊന്നും ഇന്നത്തെ കാലം. തല കൊണ്ടടിക്കുന്നവനെ കാലത്തിന് വേണ്ടേ? ബ്രെയിൻ കൊണ്ട് വർക്ക് ചെയ്യുന്നവനാണ്. അതിന് റെഡിയാണോ? അതിന് പഠിക്കാൻ റെഡിയാണോ? വസ്തുതകൾ പഠിക്കാൻ റെഡിയാണോ? അത്ര ആളുകളെയാണ് വേണ്ടത്. അല്ലെങ്കിൽ എന്താ, നല്ലൊരു പ്രായത്തിൽ ഒരു 10-100 ക്രിമിനൽ കേസിൽ പ്രതിയായി ജോലിയും കിട്ടിയില്ല, വിദേശത്തും പോകാൻ പറ്റില്ല, ഈ അവസ്ഥയിലേക്ക് പോകും. തല്ലുവടിയൊന്നും കാലമല്ല, ഇത് വയലൻസിൻ്റെ ഒരു കാലഘട്ടമല്ല. അയ്യങ്കാളി നേരിട്ടിട്ടുണ്ടെന്ന് അറിയോ? തനിക്ക് നേരെ വന്ന ശക്തികളെ അദ്ദേഹം കൈകാര്യം ചെയ്തു. അതിനുള്ള ആർജവം അദ്ദേഹത്തിനുണ്ടായിരുന്നു. അയ്യങ്കാളി എന്നൊരു യോഗം ആരംഭിക്കേണ്ടതില്ല. ഈശ്വര പ്രാർത്ഥന കഴിയുമ്പോഴേക്കും ഒരു കല്ല് അങ്ങനെ ഈ ഡിസ്പെയറുണ്ട്. ഇത് ആരാ കല്ലിന് ചോദിച്ചാൽ ആ നാട്ടിലെ ശൂദ്രന്മാരുടെ അവിടെ വന്ന് അടിക്കും. പെട്രോൾ മാഷ് അടിച്ച് വിളിക്കും. ഇതായിരിക്കും
ഇതിൽ കാര്യം മനസ്സിലായി. ഇങ്ങനെ ഇതെങ്ങനെ നടക്കുന്നു, എവിടെ നടക്കുന്നു? നാട്ടിലെ കമ്പനീസ് വെച്ച കുറെ നായർ സഹോദരന്മാർ വന്നു നേരിടാൻ അദ്ദേഹം ഒരു വിദ്യ കണ്ടുപിടിച്ചു. നല്ല നിറവും, നല്ല വെളുത്ത നിറവും അല്പം ഉയരവും കൊമ്പം മീശയൊക്കെ ഉള്ള ആരെങ്കിലും സ്വന്തം കുലത്തിൽപ്പെട്ട മനുഷ്യൻ അറിയിച്ചാൽ അങ്ങനെ പൊക്കമുള്ള നിറമുള്ള കുറെ പിള്ളേരെ അതായത് ഇവിടുന്ന് എത്തിച്ചു. ഇവർക്ക് അദ്ദേഹം നല്ല രസവുമുണ്ടും ബാലരാമപുരം കൈക്കറിയും ഇന്നുകൊണ്ട് ഇതൊക്കെ കൊടുത്ത് തലപ്പാവൊക്കെ കെട്ടിച്ചു. ഇത് പറഞ്ഞ് മീശ ഒന്ന് തിരിച്ചു വെച്ചതാണ്. കണ്ടപ്പോൾ ഇവരില്ല നേരെ നിൽക്കുക. മനസ്സിലായില്ലേ? നിൽക്കുക. ഈ യോഗം അങ്ങോട്ട് തുടങ്ങുമ്പോൾ മറ്റവരെ അടിക്കുമെന്നറിയാം. ഈ സമയം നോക്കി നല്ല പണി പഠിച്ച കക്ഷികളല്ലേ അടിക്ക് ചെതറിച്ചു. അടിക്ക് ചെതറി 3-4 അടി കഴിഞ്ഞിട്ട് ഇവർക്ക് മനസ്സിലായി എന്തോ അവസ്ഥ തിരിച്ചിരിക്കുക. അത് വേഷം മാറി നിൽക്കുക. അപ്പൊ അവസാനം ആരാണി തല്ലുന്നൊരു പിടിയില്ല. കണ്ടപ്പോൾ ഇവർ തമ്മിൽ കലകിച്ച് തല്ലുന്നതിൽ എന്താ എന്ന് പറയുന്നത്? കാറ്റാടെ മിശ്രണം പ്രകൃതിയുടെ പായ്ക്കുമെന്ന് പറഞ്ഞു. സംഭവം ഇവിടുന്ന് തന്നെ അവസാനം ഈ അടി കിട്ടിയ കക്ഷികൾ ചോദിച്ചിട്ട് അടി കിട്ടിയ കക്ഷികൾ മൊഴി കൊടുക്കും. ഇത്രയും ഞങ്ങൾക്കറിയാം, അവർ ചേല ചുറ്റിയിട്ടുണ്ട്, കൊമ്പം മീശക്കാരാണ്, വിസ്മരിക്കാനാവാത്ത. അങ്ങനെയാണ് കറവച്ചാൽ ഒരു സ്ഥലത്തിന് ചേലക്കൊമ്പം പേരുണ്ട്. ചേലക്കൊമ്പുകാർക്ക് വളരെ അറിയില്ല. തലനാമം ഉണ്ടായ വഴിയായി പറഞ്ഞു തരും അല്ലേ? അങ്ങനെ അടി ഇങ്ങനത്തെ ചില കാര്യങ്ങളെ ചെറുത്തു വിട്ടിട്ടുണ്ട് അയ്യങ്കാളി. ഇതിന് വലിയ മാന്യനാണെന്ന്. മൂന്നാമത്തെ ഒരു കാര്യം, അയ്യങ്കാളിയാണ് ഏറ്റവും വലിയ കാർഷിക സമരം കാർഷിക സമരം വ്യാഖ്യാനിച്ച മാർക്സിസ്റ്റ് ചരിത്രന്മാരെല്ലാം വ്യാഖ്യാനിച്ച അയ്യങ്കാളി കർഷക സമരം. അയ്യങ്കാളി എന്താ? എന്റെ കുഞ്ഞിനെ പഠിപ്പിച്ചില്ലെങ്കിൽ നിന്റെ പറമ്പ് ഞാൻ വീട്ടിൽ ഇരിക്കും. 1 വർഷത്തോളം ഭൂമി തരിശായിട്ടിട്ട് അയ്യങ്കാളി നടത്തി എന്താണെന്ന് അറിയുന്നത് വിദ്യാഭ്യാസ ബന്ധമാണ്. ഇവിടെ ചേനയ്ക്ക് വില കൂട്ടണം, അരിക്ക് വില കൂട്ടണം എന്ന് പറയുന്നത് ഞാൻ കാർഷിക സമരം എന്ന് പറയുന്നത്. അതാണോ ചെയ്തത്? അങ്ങനെ അയ്യങ്കാളി എടുത്തുകൊണ്ട് പോകാനുള്ള പണി ചെയ്യുന്നു. നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റില്ല. മനസ്സിലായി? അയ്യങ്കാളിയെ സഖാവാക്കാൻ പറ്റില്ല. എനിക്ക് വലിയ തമാശ. എനിക്കെതിരെ NSS അണക്കറ വലിയ പ്രതിഷേധവും നടത്തി. 20 പേര് അത് വേറെ കാര്യം. പിള്ളേർക്ക് എതിരെ അത് പറഞ്ഞില്ല. പാസ് പറഞ്ഞിട്ട് മറുപടി ഇവരൊക്കെ ആയിരുന്നു പിള്ളേർക്ക്. പിന്നെ പണ്ടായിരുന്നത്. അപ്പൊ നമ്മളിന്നും പറയാണ്ട് ഐക്യതയില്ല, ഐക്യതയില്ല. നമ്മൾ വാസുമാർക്ക് പിള്ളേർക്കെല്ലാം മാറി, ഭയങ്കര മാറ്റമായി. പിള്ളേരെല്ലാം മാറിക്കഴിഞ്ഞു. ഇതുപോലില്ല, കാര്യങ്ങൾക്കെല്ലാം ഒത്തിരി മാറ്റമായി. നമ്മളൊരു നൂറ്റാണ്ട് പറയില്ല. ഇങ്ങനെയൊക്കെ പറയാൻ പാടില്ല. നിങ്ങളൊക്കെ ഒരു നൂറ്റാണ്ട് പുറകെ കിടക്കുക. നിങ്ങൾ ഒത്തിരി മുമ്പില്ല. എന്താ കാര്യം? നിങ്ങൾ ഞങ്ങളെ തീറ്റിക്കൂട്ടുന്നു, നിങ്ങൾ ഞങ്ങളെ സംരക്ഷിക്കുന്നു. അവസാനം നിങ്ങളോട് ഞങ്ങൾ പറയുക നിങ്ങൾക്ക് ഐക്യതയില്ല. ഇതല്ല ഐക്യതയില്ല. ഇവിടെ ഐക്യതയില്ല. ഈ നേതാവ് ഉണ്ടാകുന്നതിൻ്റെയൊക്കെ തീരുമാനം വിശ്വാസത്തിൻ്റെ ഒന്നുമല്ല. ഒരിക്കലൂടെ നേതാവാകണം, ഒരിക്കലൂടെ പ്രസിഡന്റ് ആകണം. നിങ്ങൾക്ക് മാറുന്നു. ഇങ്ങനൊന്നും അല്ലെന്നേ കാര്യം. പറഞ്ഞു ഞാൻ നിർത്തുക. അപ്പോൾ പറഞ്ഞത് ഈ ഒരു പോസ്റ്റ് ഒട്ടിക്കപ്പെടും ഇന്നരെ വിവരം നോക്കുന്നു. ഞാൻ സാമ്പ്രായ പരിഷ്കർത്താക്കളെ ആശ്രയിച്ചത് അയ്യങ്കാളിയുടെ വല്യപ്പൻ്റെ പടവും കൂടെ ഓട്ടെ. മന്നത്തോൽമനാമനുണ്ട്, കുഞ്ഞാറാഗുരുണ്ട്, ആ കൂടെ അയ്യങ്കാളിയുണ്ട്, പിന്നെ ജ്യോതിബാ ഫൂലെയുണ്ട്, കൊയ്യലപ്പച്ചുണ്ട്. ഈ കൂടെ എന്താ പറയുക? ഒരു സന്തോഷമായി. എൻ്റെ പുറം കൂടെ താഴെ ഇരിക്കട്ടെ. അവനത് തോന്നിയല്ലോ. ഞാൻ വിളിച്ചു പറഞ്ഞോടൊക്കെ ഞാൻ പറഞ്ഞു എൻ്റെ പോസ്റ്റ് ആ പശകലയ്ക്ക് ഒട്ടിക്കേണ്ടി വന്നല്ലോ. എന്നെ അറസ്റ്റ് ചെയ്യാന്നും പറഞ്ഞു. അപ്പോഴെല്ലാം വൻ പ്രതിഷേധം എന്നൊക്കെ പറഞ്ഞിട്ട് അതിലെത്രയോ സന്തോഷം. നമ്മൾ ഇമാരി യോഗം നടത്തി ഇവിടുന്ന് പ്രശ്നിച്ച 10 പോട്ടെ, അത് വിട്ടേക്ക്. പറഞ്ഞു തന്നത് ഇത്തരം പരിസ്ഥിതി നിലനിൽപ്പ് ഒരു ചലഞ്ചാണ് ഈ ഹാബിറ്റുക ഏറ്റെടുക്കുന്നത്. ഇതൊരു വലിയ കാര്യമാണ്. എന്താ പറയാം, ബൈബിളൊരു ഞാൻ ഏറെ സ്നേഹിക്കുന്ന ഒരു കഥാപാത്രം അന്ത്രയോസ്. ഈ അന്ത്രയോസ് അദ്ദേഹം ഒരു പണ്ഡിതനാണ്. അദ്ദേഹം ബൈബിളിലൊരു വചനം പോലും എഴുതിയിട്ടുണ്ട്. അദ്ദേഹത്തിന് പേരും പെരുമയില്ല. അതുവരെ അദ്ദേഹം ഈ സ്നാപക യോഹന്നാന്റെ ശിഷ്യൻ. സ്നാപക യോഹന്നാനാണ് അദ്ദേഹത്തിന്റെ ഗുരു. അദ്ദേഹം ഒരു ദിവസം സ്നാപകൻ പ്രസംഗിച്ചു. എന്റെ പിന്നാലെ ഒരുവർ
കുനിഞ്ഞവന്റെ ചെരുപ്പിന്റെ വാറെടുത്ത് പിറ്റേന്ന് യേശു അതുവഴി വരുന്ന കണ്ടിട്ട് ഇതാ ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവം. ഈ യേശുവിനെ നോക്കിയിട്ട് ആദ്യം ഇറങ്ങിത്തിരിച്ച ആളാണ് ആൻഡ്രോസ്. ആൻഡ്രോസ് ഈസ് ദ ഫസ്റ്റ് ഡിസൈപ്പിൾ ഓഫ് ക്രൈസ്റ്റ്. ഒന്നാമത്തെ ശിഷ്യൻ. പേരും വിലയില്ലാത്ത ആ കാലം യേശു വന്നൊരു അത്ഭുതം ചെയ്തിട്ടില്ല. കാനാവിൽ പച്ചവെള്ളം വീഞ്ഞാക്കിയില്ല, യായിറോസിന്റെ മകളെ ഉയർപ്പിച്ചില്ല, ലാസറിനെ ഉയർപ്പിച്ചില്ല. കടവിൻ മീതെ നടക്കാത്ത കാലത്ത് ഈ പേരും പെരുമയുമില്ലാത്ത യേശുവിന്റെ കൂടെ ഒറ്റക്കിറങ്ങാൻ ആത്മാർത്ഥത കാട്ടി അന്ത്രയോസിന്റെ ചങ്കുറപ്പ്. കഴിവുള്ളവരുടെ കൂടെ ഒന്നും നിൽക്കും. ഇത് കഴിഞ്ഞ യേശു അത്ഭുതമൊക്കെ ചെയ്തിട്ടുണ്ട്. ഇതുപോലെ ഈ രാജ്യത്ത് അടിമത്തം കൊടികുത്തി വാഴുന്ന കാലത്ത്, തെരുവിലൂടെ ഇറങ്ങി നടക്കാൻ കഴിയാത്ത കാലത്ത് ഒറ്റപ്പെടുത്തുമെന്ന് കണ്ട് ഒറ്റക്കൊരുവൻ യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ച് പ്രാകൃത ഗോത്ര നിയമങ്ങളോട് മുഴുവൻ വിട പറഞ്ഞ് ഒരു പുതുമനുഷ്യനായിത്തീരുന്ന പ്രക്രിയ ആവേർപ്പിതാവില്ല. മനസ്സിലാകുന്നോ? അതിനെ അനുസ്മരിച്ചുകൊണ്ട് ആ വിധിപ്രഖ്യാപനത്തെ, അദ്ദേഹം സ്വീകരിച്ച ആ വിളംബരത്തെ, ഞാൻ ഇന്നു മുതൽ യേശുവിന്റെ മകനാണെന്നുള്ള ആ വിളംബരത്തെ അംഗീകരിച്ചുകൊണ്ട് ഇന്ന് കേരളക്കരയിൽ ഏറ്റവും അധികം ആളുകൾ ക്രിസ്ത്യവിശ്വാസം സ്വീകരിച്ച് ഈ പാതയെ പിൻഗമിക്കുമ്പോൾ ഒരു യേശുവിന്റെ അനുഗാമിയായതിൽ അഭിമാനം തോന്നുന്നു. പറഞ്ഞ് മറ്റുള്ളവർ അംഗീകരിക്കുന്നു. ഇന്ത്യ ബന്ധം പൊക്രാനിൽ അണുവിസ്ഫോടനം നടത്തി. അണുവിസ്ഫോടനം നടത്തിക്കഴിഞ്ഞ് അമേരിക്ക പറഞ്ഞു ഇന്ത്യ ഒരു ആണവ ശക്തിയായിട്ട് അമേരിക്ക അംഗീകരിച്ചില്ലെന്ന് പറഞ്ഞ് പൊട്ടാനുള്ളത് പൊട്ടിയില്ലേ? മനസ്സിലായില്ലേ? പിന്നെയും പൊട്ടിയില്ലേ? ഇസ്രായേൽ വരെ നമ്മുടെ ആയുധം മേടിച്ചില്ലേ? ഇസ്രായേലിന്റെ ആയുധം നമ്മൾ മേടിച്ചില്ലേ? പക്ഷേ ഇങ്ങനെ അംഗീകരിച്ചില്ലെന്ന് പറഞ്ഞ് പൊട്ടാനുള്ള സാധനം ഇവിടെ പൊട്ടി. ഇത് പറഞ്ഞ് ഇന്ന് ചിലരൊരു ചിന്ത, ഈ പാലായിലും മധുരതാങ്കൂറിലും ഒക്കെ ഉള്ള കുറേ ക്രൈസ്തവർ നമ്മളെ അംഗീകരിക്കുന്നു. ആർക്ക് വേണം? ഇത് വേണമെന്നല്ല തോന്നുന്നത്. ആർക്കാ വേണ്ട? ഇതാണ് പരാതി. അടുത്തൊരു സമരം. ഇന്ന് അവന്റെ നേരെ അങ്ങോട്ട് ഇല്ല, നീ അംഗീകരിക്കുന്നു. വേണ്ടാവൂ, നിന്റെ സംഗതി വേണ്ടെന്ന്. ഇത് വേണ്ടെന്ന് നോക്കണം. ഏറ്റവും അധികം അംഗസംഖ്യയുള്ള കത്തോലിക്ക സഭയിലെ അംഗങ്ങളാണ് ഒറ്റ മാർപ്പാപ്പായി ഇന്ന് വരെ ഇന്ത്യൻ ക്രിസ്ത്യാനി വന്നിട്ടുണ്ട്. പാലായിലും കോട്ടയത്തൊക്കെയുള്ള 3-4 ക്രിസ്ത്യാനികളെ കണ്ട് സൂക്ഷ്മന്യൂനപക്ഷത്തെ കണ്ടല്ല ക്രിസ്ത്യാനിത്വത്തെ വിലയിരുത്തൽ. ഇത് പറയാൻ പറ്റുമോ? വി ആർ ഒറിജിനൽ ക്രിസ്ത്യൻ. മനസ്സിലായോ? ക്രിസ്തുവിന് വേണ്ടി ത്യാഗം സഹിച്ച് ഈ ഗുരുവിന് മാത്രമുള്ള പ്രത്യേകത. ബാക്കി സകല ആൾക്കാരും പറഞ്ഞത് ഇങ്ങോട്ട് വന്നാൽ എന്തെങ്കിലുമൊക്കെ കിട്ടുമെന്ന് അല്ലേ പറഞ്ഞു. ഈ ഗുരു പറഞ്ഞു ഇങ്ങോട്ട് വന്നാൽ കഷ്ടമുണ്ട്, വേദനയുണ്ട്, ഒറ്റപ്പെടലുണ്ട്, വീട്ടുകാരോട് അവഗണിക്കും. ഒറ്റപ്പെട്ടു പോകുമെന്ന് പറഞ്ഞിട്ടും ജനാവലി അവൻ്റെ പിന്നാലെ കൂടിയതുപോലെ എവിടെയും കൂടിയില്ല. ഈ ത്യാഗമൊക്കെ ഉണ്ടെന്ന് അറിഞ്ഞു എന്ന് നോക്കി. ഈ ത്യാഗത്തിന്റെ മറുകരത്തിൽ ഒരു വിശ്രാമമുണ്ടെന്നും അതിജീവനമുണ്ടെന്നും കൃത്യം പഠിച്ചുകൊള്ളണം. വേദപുസ്തക സത്യങ്ങൾക്കും ആ മൂല്യങ്ങൾക്കും അതിൻ്റെ നൈതികതയ്ക്ക് വേണ്ടി ആത്മാർത്ഥമായി നിലനിൽക്കുന്ന ഒരു സമൂഹമായി നിൽക്കണം ഈ രാജ്യത്ത്. അതിനുള്ള അടിസ്ഥാനം ഇവിടെ തന്നിട്ടുണ്ട്. അടുത്തൊരു ഘട്ടം ഒരു കാര്യം ഉറപ്പിച്ച പോകാം. ഈ രാജ്യത്ത് ക്രിസ്തുവിന് വേണ്ടി ഇങ്ങനെ നിൽക്കാൻ ത്യാഗം സഹിച്ചവന്റെ തലമുറ എങ്ങനെ അഭിവൃദ്ധിപ്പെടുമെന്ന് കണ്ടുകൊള്ളണം. അതിനുള്ള കാലത്തിന്റെ ഒരുക്കങ്ങൾ ഇപ്പോഴേ സജ്ജീകരിക്കപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട്. അതിനാണ് ഞാൻ മുമ്പേ സൂചിപ്പിച്ച ചില കാര്യങ്ങൾ. ശാസ്ത്രീയമായി വളരണം, കുഞ്ഞുങ്ങൾക്ക് പഠിക്കാൻ വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കണം. ഈ ദാവീദ് പിതാവിന്റെ അനുസ്മരണ യോഗത്തിൽ അദ്ദേഹം സ്വീകരിച്ചറിഞ്ഞ ആ വിശ്വാസത്തിന്റെ സത്യസന്ധത ഏറ്റെടുത്ത പുതുതലമുറയ്ക്ക് ആ കരുത്തും ആ മഹത്വമൊക്കെ ഉണ്ടാകുന്നു. ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞു. അടുത്ത കാലത്ത് റിട്ടയർഡായ ഒരു ജഡ്ജി ഉണ്ടായിരുന്നു. അവര് ആ ഭരണഘടനാ ബെഞ്ചിലെ കൂടി അംഗമാണ്. നിർണായക വിധികളിട്ട ഒരാളാണ്. സാധാരണ ഈ പ്രശ്നമുള്ളൊരു വിധി വരുമ്പോൾ ഇവർ ബെഞ്ചങ്ങ് മാറുമല്ലോ, ഒഴിവാകും. അവരെത്ര വിധന വിധി പറയുന്നത് ഭാനുമതി എന്നത്. ഭാനുമതി എന്ന് പറയുന്ന ദലിത് വിഭാഗത്തിൽപ്പെട്ട തമിഴ് പശ്ചാത്തലമുള്ള ആ സ്ത്രീ ഇട്ട വിധിയുടെ എണ്ണം 366. 366 വിധിന്യായങ്ങൾ സ്വന്തം എഴുതി. ആ സ്ത്രീ കൂടിയുള്ള ഇതിലാണ് ഡൽഹിയെ നടുക്കിയ, ഇന്ത്യയെ നടുക്കിയ നിർഭയ കൊലക്കേസിലെ പ്രതികൾക്ക് ശിക്ഷ വിധിച്ചു. അത്ര കരുത്ത്. ഈ ഭാനുമതി റിട്ടയർ ആകുമ്പോൾ ഒരു
കാര്യം. അവർ പറഞ്ഞു, ഞാൻ തമിഴ്നാട്ടിലെ ഒരു വെളിപ്പശ്ചാത്തലത്തിൽ ചേരികൾ അത്തരത്തിൽ വൃത്തിഹീനമായ ചുറ്റുപാടുള്ള സ്ഥലത്ത് നിന്ന് LLB ഒക്കെ പഠിച്ചുവിടുന്നത് തന്നെയാണ്. എൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത് ഒരു വട്ടം പാവപ്പെട്ടവർ കൂടിയിരുന്ന് പ്രാർത്ഥിക്കുന്ന ഒരു പള്ളി ഉണ്ടായിരുന്നു, പെന്തക്കോസ്തുകാര. ആ പള്ളി ഞാൻ ഇടയ്ക്കിടയ്ക്ക് അവിടെ പോകുമായിരുന്നു. പോകുമ്പോഴൊക്കെ ആളുകൾ നിരുത്സാഹപ്പെടുത്തും, സംവരണം പോകും, പോകല്ലേ. പക്ഷെ ഞാനവിടെ പോകുമായിരുന്നു. എൻ്റെ കഴിവും പ്രാപ്തിയും പഠിക്കാനുള്ള ആ സ്ഥിതിയും കണ്ട് അവിടെ വന്ന പാസ്റ്റർ തീരുമാനിച്ചു, ആ മാസത്തിലൊരു സ്തോത്ര കാഴ്ച എടുക്കും. നമുക്ക് സ്തോത്ര കാഴ്ച തികയുന്നില്ല. ആഴ്ച 2 എടുത്താൽ കൊള്ളാമെന്ന് പറഞ്ഞു നമ്മൾ ജീവിക്കും. ആ പാവപ്പെട്ടവൻ 10-25 പേരുള്ളൊരു കൂട്ടായ്മ ഒരു പിരിവെടുത്ത് ഈ പെണ്ണിനെ പഠിപ്പിച്ചു. ഇതൊക്കെ നമുക്ക് ചില പ്രചോദനങ്ങളാണ്. ഈ കുഞ്ഞ് പഠിക്കുമെങ്കിൽ പഠിപ്പിക്കണം. എത്രയും ഈ മക്കൾ പഠിക്കുന്നെങ്കിൽ പഠിപ്പിക്കണം. അതിനാ നമ്മളുള്ള കേട്ടോ. സഭയിൽ ഒരു കുഞ്ഞുണ്ടെങ്കിൽ അവരെ പഠിപ്പിക്കാൻ നമ്മൾ ഒറ്റക്കെട്ടായിട്ട് മുന്നോട്ട് വരണം. മനസ്സിലായില്ലേ? ഒരു കുഞ്ഞ് MBBS പഠിക്കുമെങ്കിൽ പഠിപ്പിക്കാൻ ഒറ്റക്കെട്ടായിട്ട് മുമ്പോട്ട് വരണമെന്നും. ഒരു കുഞ്ഞിന് ആ കഴിവുണ്ടെങ്കിൽ പിന്നോട്ട് പോകാൻ പാടില്ല. സന്തോഷമുണ്ടോ? തയ്യാറാണ്. ആ പെൺകുട്ടി പഠിച്ചു, LLB എടുത്തു. അവര് ഈ ജഡ്ജിമാരെ നിയമിക്കുന്ന കൊളീജിയത്ത് വരെ അവിടെ ചെന്ന് മിണ്ടാതിരുന്നില്ല. ഇത്രയും വിധിയാണെന്ന് പറഞ്ഞു. തിരിയുമ്പോൾ പറയാം, എൻ്റെ ദൈവം കർത്താവായ യേശു ക്രിസ്തു. ആ സാക്ഷ്യം ഒരു അന്തത്തോടെ ഉയർത്തിപ്പിടിച്ചിട്ട്, ഞാൻ ഈ കാണുന്ന കുഞ്ഞുങ്ങൾക്കിടയിൽ ഇതുപോലൊരു കുട്ടിയില്ലെന്ന് ആര് പറഞ്ഞു? എല്ലാം തകരുമെന്ന് ചിന്തിക്കരുത്. ഇതുപോലെ ഞാൻ കണ്ടിട്ടുണ്ടോ? ചില കുട്ടികൾ കഞ്ചാവ് വലിക്കുന്നവരും വീടി വലിക്കുന്നതൊക്കെ ആയിട്ട് തലതിരിഞ്ഞു പോകുന്ന ഒത്തിരി കഥകൾ എന്നോട് പറഞ്ഞ് പഴിഞ്ഞു. നമ്മൾ നിങ്ങളവനെ സ്നേഹിക്കാൻ പഠിച്ചു ഒരു വേണമെങ്കിലും, നിങ്ങളവനെ ഒന്ന് വീട്ടിൽ വിളിച്ച് അവൻ്റെ വിഷമം ചോദിച്ചു ഒരു വേണമെങ്കിലും, അവൻ വലിക്കട്ടെ പിടിക്കട്ടെ, അവനൊന്ന് ഇടപഴകിയോ, അവനെ ഒന്ന് അടുത്ത് ചെന്ന് അവൻ്റെ ദുഃഖം മനസ്സിലാക്കിയോ, തല്ലിപ്പിരിയുന്നവൻ്റെ വീട്ടിൽ ചെന്ന് ഒരു ദിവസമെങ്കിലും നീയൊന്ന് കൂടിയോ? കൂടാതെ പറയാൻ നിനക്കെന്താ അർഹത? വീട് കിടക്കുന്നവനെ എടുക്കാൻ നീ ഒന്ന് തയ്യാറായോ? ഒന്നുമില്ലല്ലോ. ഇത് അറിഞ്ഞിട്ട് മാത്രം പറയാനേ, വിമർശിക്കാനേ നിങ്ങൾക്ക് അവകാശമുള്ളൂ. ഈ ചർച്ചിൽ ഒരുവൻ ഇത്തരത്തിൽ അടിച്ചു പിരിയുന്ന, മദ്യപിക്കുന്ന, കഞ്ചാവ് വലിക്കുന്ന ഒരുത്തനുണ്ടെങ്കിൽ അയാളെ രക്ഷിക്കാൻ, കുറ്റം പറയാൻ നിങ്ങൾ കൂടി, ഇയാളെ രക്ഷിക്കാൻ നിങ്ങൾ എന്ത് ചെയ്യും? ഒരു ശ്രമം നടത്തി. ആ ശ്രമം നടത്താത്തവന് അവനെ വിമർശിക്കാൻ അർഹതയില്ല. ഇനിയുള്ളൊരു കാലം നമുക്ക് ആഭ്യന്തരമായി ഇത്തരത്തിൽ സ്വയം ഒന്ന് പരുവപ്പെടണം, സ്വയം ഒന്ന് രൂപപ്പെടണം. സമൂഹത്തെ ഉദ്ധരിക്കാനുള്ള ആ വലിയ ബാധ്യത ഏറ്റെടുക്കണം. അത് ജാതീയമായൊരു കൂട്ടമൊന്നും അല്ലെന്നേ. എല്ലാ തരത്തിലും പെട്ട മനുഷ്യരും, അച്ഛനത് എൻ്റെ കൂടെ എല്ലാ തരത്തിലും പെട്ട മനുഷ്യരുണ്ട്. മുസ്ലിങ്ങളെ, നായരെ, പരമ്പരാഗത ക്രിസ്ത്യാനിയെ, ജ്ഞാനക്കാരനെ ഒക്കെ മുക്കിപ്പൊക്കിയ കൈയാണ് എൻ്റെ കൈ. മനസ്സിലായില്ലേ? എൻ്റെ കാരണം എന്താണെന്നറിയണ്ടേ? ഈ എല്ലാ മനുഷ്യരോടും ഇടപെടേണ്ട വിശാലമായൊരു കാര്യമുണ്ട്, ഒരു ഹൃദയബോധമുണ്ട്. ആ ഹൃദയബോധത്തോടെ നമുക്ക് മനുഷ്യനെ സ്നേഹിക്കാൻ പഠിക്കും. പിന്നെ ദലിതർ സമൂഹത്തിൻ്റെയും ആദിവാസികളുടെയും പിന്നോക്കൻ്റെയും കാര്യം പറയുന്നത് അവർക്ക് വേണ്ടിയുള്ള വർഗീയതയല്ല. അവർ ഈ രാജ്യത്ത് നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് കൃത്യമായൊരു നിലപാടുണ്ടെന്നും ഈ പ്രവണത മാറിക്കൊണ്ട് സമൂഹത്തിലെ എല്ലാത്തരം മനുഷ്യരുടെയും അന്തസ്സിനും ആഭിജാത്യത്തിനും നിരക്കുന്ന വിധത്തിലേക്ക് കാര്യാദികളെ ക്രമപ്പെടുത്തണം എന്ന ബോധ്യത്തിലാണ് മിഷന്മാർ ചെയ്തെടുത്തത്. ആ പ്രവർത്തനമാണ്. പക്ഷെ നിർഭാഗ്യവശാൽ മിഷണറിമാരിൽ നിന്ന് അധികാര അവകാശവും നമ്മുടെ പക്കലേക്ക് കിട്ടിയപ്പോൾ അതിനെ വേണ്ട വിധത്തിൽ മുൻപോട്ട് കൊണ്ടുവരാൻ കഴിയാത്ത ഒരു പ്രതിസന്ധി നമ്മുടെ മതത്തിൽ രൂപപ്പെട്ടിട്ടുണ്ട്. അതിനെ എല്ലാം മാറ്റിക്കൊണ്ട് കൂട്ടായി ചിന്തിച്ച് ഇത്തരം പ്രവണതകൾക്കെതിരെ കരുത്തോടെ മുമ്പോട്ട് പോകണം. മാത്രമല്ല, ഇത്തരം മീറ്റിങ്ങൾ എവിടെ സംഘടിപ്പിച്ചാലും എനിക്ക് വരാൻ മനസ്സാണ്. അതിന് നിങ്ങൾ യാതൊരുവിധ പിയെയും തരേണ്ടതില്ല, തരേണ്ടതില്ല. തീർച്ചയായിട്ടും അവിടെ വന്ന് ഇത്തരം കാര്യങ്ങളിൽ സാഹോദര്യ ബോധത്തോടെ ചിന്തിക്കാനും ഒറ്റക്കെട്ടായിട്ട് പ്രവർത്തിക്കാനുമുള്ള ആ ഐക്യദാർഢ്യം ഈ മൂവ്മെന്റിന് ഞാൻ പ്രഖ്യാപിക്കുന്നു. ഒപ്പം തന്നെ നമ്മുടെ കൂടെയുള്ള പുരോഹിതന്മാർക്കും നമ്മുടെ കൂടെയുള്ള മുതിർന്ന മറ്റ് ദേവദാസന്മാർക്കും ഒക്കെ ഒപ്പം ചേർന്ന് നിന്നുകൊണ്ട് മഹത്തരമായ ഒരു ദൗത്യം ചെയ്തെടുക്കാനുള്ള കർമ്മനിരതമായ അധ്വാനത്തിൽ നമ്മൾ ഒറ്റക്കെട്ടായിട്ട് അവർക്കും പിന്തുണ കൊടുക്കണം. അതിന് കഴിയട്ടെ. നല്ല നാളുകൾ നമുക്ക് സ്വപ്നം കാണാൻ പറ്റണം. ഇന്നല്ലെങ്കിൽ ഈ കൺമുമ്പിൽ തന്നെ വലിയ മാറ്റത്തിന്റെ കാഹളമൂതുന്ന കാഴ്ച കണ്ടു മാത്രം കണ്ണടക്കാൻ ഭാഗ്യം തരണമേ എന്ന് സർവശക്തനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഉണരാം, ജാഗരിക്കാം, മുന്നേറാം. തമ്പുരാൻ സർവശക്തൻ എല്ലാ നിലകളിലും എല്ലാ മനുഷ്യർക്കും അനുഗ്രഹങ്ങളും ശാശ്വതമായ കൃപകളും നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ച് നിർദ്ദേശിക്കുന്നു. നന്ദി, നമസ്കാരം.